അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വി ടോക്കിന്റെ ഒരു പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്നൊരു പ്രത്യേക ദിനമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വേൾഡ് അറബിക് ഡേ ആണ്. ലോക അറബി ഭാഷാ ദിനമാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും അതേപോലെ അറബി കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഈ ഒരു ദിനം പ്രത്യേകമായി ആചരിക്കുന്നുണ്ട്. അതോടൊപ്പം ഉള്ളത് പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള അയ്യൂബ് മൗലവി, അതോടൊപ്പം തന്നെ റഹ്മത്തുള്ള മൈലവി എന്നിവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. മറ്റുള്ളവരും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉടനെ ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അയ്യൂബ് മൗലവി, താങ്കളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഒന്നാമതായിട്ട് എനിക്ക് ആദ്യമായിട്ട് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതിന്റെ പ്രത്യേകത എന്താണ്? വേൾഡ് അറബിക് ഡേ, ലോക അറബി ഭാഷാ ദിനത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ഇത്ര വിപുലമായി ലോകമെങ്ങും ഈ ഒരു ദിനം ആചരിക്കുന്നത്? ഒരു രണ്ട് ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അവരവരുടെ ഭാഷ നിലനിർത്തുക. ലോകത്ത് വിവിധ ഭാഷക്കാരുണ്ട്. ആ ഭാഷ നിലനിർത്തുവാനുള്ള ഒരു അവകാശമാണ് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ്, പേർഷ്യൻ, അങ്ങനെ പല ഭാഷകളും അവരവരുടെ ആഘോഷം ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നുണ്ട്. ഇത് റെക്കോർഡ് എന്തോ എക്കോ വരുന്നുണ്ടോ? ഇല്ലല്ല, ഓക്കെയാണ് ഓക്കെയാണ്. അപ്പോ പക്ഷെ അറബി ഭാഷ അറബികളും മാത്രം കൈകാര്യം ചെയ്യുന്ന ഭാഷയല്ല. അത് അന്താരാഷ്ട്ര വാണിജ്യ സാംസ്കാരിക ഭാഷയാണ്. നമ്മൾ വിചാരിക്കും ഖുർആനിന് അറബി ഭാഷ ആയതുകൊണ്ട്, ഹദീസിന്റെ ഭാഷ അറബി ആയതുകൊണ്ട് മുസ്ലിം ചരിത്രങ്ങളും മുസ്ലിം സംസ്കാരങ്ങളൊക്കെ അറബിയിൽ ആയതുകൊണ്ട് അറബികൾ മുസ്ലിങ്ങളെ ഭാഷ എന്ന് ആളുകൾ ധരിച്ചു പോകുന്നുണ്ട്. അതല്ല, ലോകത്തിന്റെ എല്ലാ വാണിജ്യ മേഖലയും കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഷയാണ് അറബി. അത് ആളുകൾ ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് അറബി ഭാഷയോട് വിരോധം വെച്ച് പുലർത്തിയിരുന്നു ചില യൂറോപ്യൻ ആളുകൾ. അവരെ ഇത് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ ഭാഷ ചില്ലറ ഭാഷയല്ല, ഇത് എല്ലാ മേഖലയിലും ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഭാഷയാണ്. ഇതൊരു മുസ്ലിങ്ങൾ മാത്രം പറഞ്ഞല്ല കേട്ടോ. ഓറിയന്റലിസ്റ്റുകൾ, ഇപ്പൊ ജോർജ് സെയ്ദാൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, എന്താണ്, അല്ലുഗത്തു ആദാബിൽ ലുഗത്തിൽ അറബിയ, താരീഖു ആദാബിൽ ലുഗത്തിൽ അറബിയ. ജോർജ് സെയ്ദാൻ എന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റ് ആണ്. അയാൾക്ക് ഇസ്ലാമിനോടോ അറബി ഭാഷയോടോ പൗരസ്ത്യ രാജ്യങ്ങളോടോ പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ഓറിയന്റലിസ്റ്റുകൾ പൗരസ്ത്യ രാജ്യത്തെ പറ്റി പഠിക്കണ തന്നെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട്, അറബി ഭാഷ പഠിച്ചിട്ട് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ്. അവര് തന്നെ 4 വാള്യമുള്ള താരീഖു ആദാബിൽ ലുഗത്തിൽ അറബിയ എന്ന പുസ്തകത്തില് അറബി ഭാഷയുടെ ചരിത്രം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ലോകത്തൊക്കെ വ്യാപിച്ചത് എല്ലാം വളരെ മനോഹരമായി പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാല് ഈ ഭാഷയുടെ ഒരു പ്രത്യേകത അതിൽ തന്നെ മനസ്സിലാവും. നമ്മൾ മഗ്‌രിബിയോട് ചോദിച്ചു നോക്കുക, മൂപ്പരാ നാട്ടുകാരനാണല്ലോ. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറബി ഭാഷാ ദിനത്തിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇത്ര വിപുലമായി ലോകമെങ്ങും ഇങ്ങനെ ആചരിക്കുക, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് അയ്യൂബ് മൗലവി വിശദീകരിച്ചത്. താങ്കൾക്ക് എന്തെങ്കിലും അതിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? അറബി ഭാഷ, അറബ് നാട്ടിലിരുന്നു കൊണ്ട് അറബി ഭാഷയെ പറ്റി പറയുമ്പോ ഒരു രസമുണ്ട്. അറബി ഭാഷ എന്ന് പറഞ്ഞാല് അയ്യൂബ് മൗലവി സൂചിപ്പിച്ച പോലെ അത് നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്ന് പറയാം, ഇപ്പോ
പണ്ട് അങ്ങനെയില്ല. പണ്ട് നമ്മളെ മലയാള ഭാഷയെ എഴുത്ത് ലിപി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു സാധനമാണ് ഈ അറബി എന്ന് പറയുന്നത്. അറബി മലയാള ലിപിയിലാണ് മലയാള ഭാഷ അച്ചടിക്കുന്നതിന് മുമ്പേ നമ്മുടെ മലയാളം എഴുതിയിരുന്നത്. അറബി മലയാളത്തിൽ എഴുതപ്പെട്ട ക്രിസ്ത്യൻ പുസ്തകങ്ങൾ വരെ ഉണ്ട്, ജൂത പുസ്തകങ്ങൾ വരെ ഉണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അതൊരു ഭാഷയായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ആധുനിക മലയാളം വന്നതിന് ശേഷമാണ് അത്. അപ്പൊ പണ്ടത്തെ കാലത്ത് അങ്ങനെ അറബിയിൽ എഴുതുക അത് നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പണ്ഡിതന്മാര് ഇത് എഴുതിയിട്ടുണ്ട്, ഈ അറബി മലയാളത്തിലും അറബിയിലും. പക്ഷെ ലോകാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആധുനിക ലോകത്തിന് ലഭ്യമായിട്ടുള്ള വിജ്ഞാന ശാഖകൾ മിക്കതും അറബിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, അറബി തൊടാത്ത ഒരു ഏരിയ, ഇപ്പൊ ശാസ്ത്രമാണെങ്കിലും സാങ്കേതിക രംഗത്താണെന്നുണ്ടെങ്കിലും റോബോട്ടിക്സിന്റെ ബേസിക് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അറബി പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തത് വെസ്റ്റേൺസ് ആണ്. വെസ്റ്റേൺസ് അറബി ഭാഷ പഠിക്കുകയും അവര് അറബി ഭാഷയിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്ത ധാരാളമുണ്ട്. അറബി ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ അറബി ഭാഷയിൽ നിന്ന് ഐഡിയ ഉൾക്കൊള്ളാത്തതോ ആയിട്ടുള്ള ആശയങ്ങൾ തന്നെ വെസ്റ്റേൺ ലോകത്ത് വളരെ കുറവാണ്. പിന്നെ അതിനെ വികസിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു മധ്യകാലം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ അർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷനുകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഹയ്യിബ്നു യഖ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഐലൻഡിൽ, ഒരു ദ്വീപിൽ, ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ ഒരു മനുഷ്യൻ ആരുമില്ലാതെ ജീവിച്ചാൽ, ആരുമില്ല, ഒരാൾ ഒറ്റക്ക് ജീവിച്ചാൽ അയാളുടെ മനസ്സിൽ തൗഹീദ് ഉണ്ടാവുക എന്നുള്ള ബേസിലാണ് ഈ ഹയ്യിബ്നു യഖ്ലാന്റെ ഒരു ചിത്രം വരച്ചിടുന്നത്. ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെയാണ്, ഒരു അറബി എഴുത്തുകാരന്റെ ഒരു കഥയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് റോബിൻസൺ ക്രൂസോ അല്ലെങ്കിൽ ഡോൺ കിക്സോട്ട് പോലെയുള്ള അതിദ്വിതീയ സാഹിത്യങ്ങളൊക്കെ പിന്നീട് ഇംഗ്ലീഷിൽ വരുന്നത്. അതുപോലെ തന്നെ ഓരോന്നും, ഇപ്പൊ മാത്സിന്റെ ആണെങ്കിലും ഇപ്പം അൽജസാരിയുടെ മാത്സ് പുസ്തകങ്ങളെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ മാത്തമാറ്റിക്സ് പുസ്തകങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൽ രസകരമായ ഒരു സംഗതി ഷെയർ ചെയ്യാനുള്ളത് വെച്ചാല് ഈ മാത്സിൽ എപ്പോഴും എക്സ് ഉപയോഗിക്കുമല്ലോ, ഉദാഹരണമായിട്ട് എക്സ് കഴിഞ്ഞിട്ട് പിന്നെ വൈ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സംഗതിക്ക് എക്സ് എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് ഒരു ജർമ്മൻ പ്രഭാഷകൻ വിശദീകരിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അറബിയില് പിന്നെ ഒരു സംഗതിയുടെ വാല്യൂ, ഒരു പ്രത്യേക സംഗതിയുടെ വാല്യൂ സൂചിപ്പിക്കാൻ ഷെയ് എന്ന് ഉപയോഗിക്കും, ഷെയ്. അപ്പൊ അതിന് ഷെയ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുണ്ടായിരുന്നത്. ഈ ഷെയ്ന് പകരം ഒരു തിങ്സ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം അവര് ലാറ്റിൻ ഭാഷയില് SH എന്നുള്ളതിന് പകരം എക്സ് എന്നിടാം. ലക്ഷ്മി എന്നൊക്കെ ഇടുമ്പോൾ SH പകരം എക്സ് ഇടും. അപ്പൊ ലാറ്റിൻ ഭാഷയിൽ അവര് എക്സ് ഉപയോഗിച്ചു. അങ്ങനെയാണ് എക്സ് എന്നുള്ളത് മാത്സിന് ഉപയോഗിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ എക്സ് എന്ന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം അറബിയിൽ ഷെയ് എന്നാണ്. ഞാൻ കേട്ടത് ഒരു ജർമ്മൻ പ്രഭാഷകനിൽ നിന്ന് കേട്ടതാണ്, അല്ലാതെ അറബികളാരും പറഞ്ഞിട്ട് കേട്ടതല്ല. അപ്പൊ അതുൾപ്പെടെ നമ്മള് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികൾ. ഇപ്പോ ആർതർ കോനൻ ഡോയലിന്റെ വളരെ പ്രശസ്തമായ ഷെർലക് ഹോംസ് കഥകളുണ്ട്. ഈ ഷെർലക് ഹോംസ് കഥകളുടെ ബേസ് എന്ന് പറയുന്നത് ഹിസ്റ്റ് ബി ഹിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ നിന്നാണ് ഈ ഷെർലക് ഹോംസിന്, ആർതർ കോനൻ ഡോയലിന് ഈ ഐഡിയകൾ കിട്ടുന്നത്. ഹിസ്റ്റ് ബി ഹിസ്റ്റ് അറബി വഴിയാണ് ഇംഗ്ലീഷിലേക്ക് എത്തിയത്. അപ്പൊ അതില് ഒരു 3 രാജകുമാരന്മാര് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവര് അടയാളങ്ങൾ വെച്ചിട്ട് പ്രവചനങ്ങൾ നടത്തണം. ഗംഭീര പ്രവചനങ്ങൾ അവർ നടത്തുന്നത്. അതൊക്കെ ശരിയായിരിക്കും, ആ നിരീക്ഷണങ്ങൾ ഫുള്ള് ശരിയായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ അടയാളങ്ങൾ കണ്ട് സംഗതികൾ പറയുന്ന ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തത് ആർതർ കോനൻ ഡോയലിന്റെ ചരിത്രത്തിൽ തന്നെ പറയും. ഈ ആർതർ കോനൻ ഡോയലിന്റെ പുസ്തകമാണ് പിന്നീട് സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ഒരു പ്രധാനപ്പെട്ട, അതായത് സ്കോട്ട്ലാൻഡ് യാർഡ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പോലീസിൽ ചേരുന്ന എല്ലാവർക്കും ഇത് നിർബന്ധമായിട്ട് ഇത് വായിച്ചിരിക്കണം. ഈ സ്കോട്ട്ലാൻഡ് യാർഡ് ആണ് ലോകത്തുള്ള എല്ലാ പോലീസുകാർക്കും, രഹസ്യ പോലീസുകാർക്കും പരിശീലനം കൊടുക്കുന്നത്. അപ്പോ ഇതിന്റെ ബേസ് കിടക്കുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കായിരുന്നു. പിന്നെ അറബി ഭാഷയ്ക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് വെച്ചാല് അതിനെ പിടിച്ചു നിർത്തിയത് ഖുറാനാണ്. അറബി ഭാഷ ശരിക്കും വളരെ പഴക്കമുള്ള ഒരു ഭാഷയാണ്. പക്ഷെ ഹീബ്രുവിന്റെ അത്ര പഴക്കല്ല, തമിഴിന്റെ അത്ര പഴക്കല്ല, ഒരുപക്ഷെ സംസ്കൃതത്തിന്റെയോ പേർഷ്യന്റെയോ അത്ര പഴക്കം ഉണ്ടാവില്ല. പക്ഷെ സെമിറ്റിക് ഭാഷകളിൽ പഴക്കം ചെന്ന ഒരു ഭാഷ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ഞാനുള്ള ഒമാനില് അറബി ഭാഷയെ പോലെ തന്നെ വികസിച്ച
വേറെ 1-2 ഭാഷകളുണ്ട്. മഹരി എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ ഉണ്ട്, ജബലി എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ ഉണ്ട്, അതുപോലെ ഷെഹരി എന്ന് പറഞ്ഞിട്ട് ഭാഷകളുണ്ട്. ഇതൊക്കെ എഴുത്തില്ലാത്ത, ലിപി ഇല്ലാത്ത ഭാഷകളാണ്. അവർക്ക് ലിപി എന്ന് പറയുന്നത് അറബി മാത്രമേ ഉള്ളൂ. അതുപോലെ ഖുർആനെ അധികരിച്ചുകൊണ്ടാണ് അറബി ഭാഷയുടെ ഈ ഗ്രാമർ ഉണ്ടായത്. ഈ ഗ്രാമർ, അറബി ഭാഷയുടെ ഗ്രാമർ ഉണ്ടാക്കിയത് അറബിയല്ല, പേർഷ്യക്കാരനായിരുന്ന സീബവൈഹി ആയിരുന്നു. അതിനെ വികസിപ്പിച്ചെടുത്തത് ഇബ്നു മാലിക് എന്ന് പറഞ്ഞ സ്പെയിൻകാരനാണ്. രണ്ടാളുകൾ അറബികളല്ല. അറബിയിലെ ഇബ്നു മാലിക്കിന്റെ അൽഫിയ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ അൽഫിയത്ത് ഇബ്നു മാലിക് എന്ന് പറയും. അത് അറബി ഭാഷയുടെ നഹ്വ് അല്ലെങ്കിൽ ഗ്രാമറിനെ പിടിച്ചു നിർത്തിയത്. അപ്പൊ അറബി ഭാഷയുടെ ഗ്രാമറിനെ പറ്റി പറയുമ്പോൾ അതിനെ പിന്നെ അറബികൾ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഖുർആൻ അനുസൃതമായിട്ടാണ് അറബി ഭാഷയുടെ ഗ്രാമർ നിലനിന്നത്. അപ്പൊ നമ്മൾ അറബി ഭാഷ പറയുമ്പോൾ അതിൽ ഖുർആനെ പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അതിൽ എനിക്കൊരു വിശേഷ സംഗതി പറയാനുള്ളത്, ഹീബ്രു ഭാഷ ഓൾമോസ്റ്റ് ഡെഡ് ആയിരുന്നു. പിന്നീട് ഇസ്രായേൽ രൂപീകരിച്ച ശേഷമാണ് ഹീബ്രുവിനെ അവർ പുനർജീവിപ്പിക്കുന്നത്. അത് ഏതൊക്കെ അങ്ങനെ പുനർജീവിപ്പിച്ചപ്പോഴേക്ക് അവർക്ക് ഈ തൗറാത്തിന്റെ ഹീബ്രു വേർഷൻ അവരുടെ കയ്യിലുണ്ടായില്ല. അല്ലെങ്കിൽ തോറയുമായി ബന്ധപ്പെട്ട ഒന്നും ഹീബ്രുവിൽ കയ്യിലില്ലായിരുന്നു. അത്രമാത്രം അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നെ ഗ്രീക്ക് വേർഷനിൽ നിന്ന് തിരിച്ച് ഹീബ്രുവിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അസുലിൽ ഹീബ്രുയിലുണ്ടായിരുന്ന തോറയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോ ഇതിങ്ങനെ ചൊൽഭാഷയായിട്ട് നിലനിർത്തുകയും പിന്നീട് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതിന് ഗ്രാമർ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷെ അന്ന് ലഭ്യമായിട്ടുള്ള, അതായത് 40, 45, 50 ശേഷം ലഭ്യമായിട്ടുള്ള ഒരു പണ്ഡിതനും ഇതിന്റെ ഗ്രാമറിനെ പറ്റി ഒരു പിടിപാടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടി തീരുമാനമെടുത്തു, അറബി ഭാഷയുടെ ഗ്രാമറിനെ പിടിച്ചുകൊണ്ട് ഹീബ്രു ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാക്കുന്നു. കാരണം സാമ്യമുള്ള ഭാഷകളാണ്. അങ്ങനെ അറബി ഭാഷയുടെ ഗ്രാമറിനെ പിടിച്ചുകൊണ്ട് ഹീബ്രു ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാക്കുകയും അറബി ഭാഷയുടെ കാലിൽ ചവിട്ടിയിട്ട് അല്ലെങ്കിൽ തോളിൽ ചവിട്ടിയിട്ടാണ് ഇപ്പൊ ഹീബ്രു ഭാഷ നിലനിൽക്കുന്നത് എന്ന് ഒരു ഹീബ്രു റബ്ബി തന്നെ, ഒരു ജൂത റബ്ബി തന്നെ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അറബി ഭാഷയുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സംസാരത്തിന്റെ ഇടയ്ക്ക് വീണ്ടും മുന്നോട്ട് പോവാം. വീണ്ടും ഞാൻ അയ്യൂബ് മൗലവിയെ തന്നെ വിളിക്കുകയാണ് ബാക്കി പറയാൻ. എനിക്കൊന്ന് അതില് നിങ്ങൾ സൂചിപ്പിച്ച ഇപ്പൊ യൂറോപ്പിലെ ശാസ്ത്ര പുരോഗതിക്ക് തന്നെ നിദാനം അന്നത്തെ ഗോൾഡൻ ഏജിൽ ഉണ്ടായിരുന്ന അറബിക് ഗ്രന്ഥങ്ങൾ എന്നൊക്കെയാണ് അവരെടുത്തത്. അപ്പൊ അന്ന് അറബിക് ഭാഷക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഇംഗ്ലീഷിന് എത്രത്തോളം ആണോ നമ്മൾ ആശ്രയിക്കുന്നത്, അതേപോലെ തന്നെ അന്ന് അറബി ഭാഷയെ ആളുകൾ ആ നിലക്ക് ആശ്രയിച്ചിരുന്നു ഒരു വിജ്ഞാനം കിട്ടാനും. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കാണുന്ന എല്ലാ ആധുനികർക്കും എല്ലാ പുരോഗതിക്കും കാരണം ബേസ് നിൽക്കുന്നത് ഇസ്ലാമിക് ഗോൾഡൻ ഏജും പ്രത്യേകിച്ച് അറബി ഭാഷയുമാണ് എന്ന് നമുക്ക് എല്ലാ രംഗത്തും, ചരിത്രമായാലും ശാസ്ത്രമായാലും ഏത് രംഗത്തായാലും അറബി ഭാഷക്ക് അതിന്റെ സ്വാധീനം ഉണ്ടാവും തന്നെയാണ് മനസ്സിലാക്കുന്നത്. അയ്യൂബ് മൗലവി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ? അല്ല, അത് വെച്ചാല് നമ്മള് മുസ്ലിങ്ങൾ ആയതുകൊണ്ടാണ് അറബി ഭാഷയുടെ മഹത്വം പറയുന്നു എന്നുള്ളതാണ് പലരും ധരിക്കുന്നത്. 1938 ജൂലൈ 25 അന്തരിച്ച, റോമിലാണ് അയാൾ അന്തരിച്ചത്. ഇറ്റാലിയൻ ഓറിയന്റലിസ്റ്റ് ആണ് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വരി ഇങ്ങനുണ്ട്: അൽ ലുഗത്തുൽ അറബിയ തഫൂഖു സായിരി ലുഗാത്തി റൗനഖ വയഅജുസു ലിസാനു അൻ വസ്ഫി മഹാസിനിഹ. അറബി ഭാഷാ സൗന്ദര്യം ഏറ്റവും മികച്ചു നിൽക്കുന്നതാണെന്നും അതിന്റെ സൗന്ദര്യവും അതിന്റെ സാഹിത്യ ഭംഗിയും വർണ്ണിക്കുവാൻ മറ്റു ഭാഷക്ക് പോലും കഴിയില്ലത്രേ എന്ന് പറയുന്നത് കാർലോ അൻഫോൺസ് ആണ്. ഈ കാർലോ അൻഫോൺസ് എന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റായി അദ്ദേഹം അറബി ഭാഷ പഠിച്ച് അറബിയിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാട്ടോ. അദ്ദേഹമാണ് അത് വിലയിരുത്തുന്നത്. മാത്രമല്ല, ഈ ജോർജ് സെയ്ദാന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള അറബി എന്ന് പറഞ്ഞുകൊണ്ട് അറബി രാജ്യത്തെക്കുറിച്ചും അറബി ഭാഷയെക്കുറിച്ചും ഗവേഷണം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഹമ്മുറാബിയുടെ ഭരണം, അവിടുത്തെ സംസ്കാരം, അതൊക്കെ ഈ ഹമ്മുറാബി അറബി ആയിരുന്നത്രേ എന്ന് നിരീക്ഷിക്കുന്നുണ്ട് ഈ ജോർജ് സെയ്ദാൻ. അറബി ഭാഷ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ
ഭാഷാ ജനനി പോലും അറബിയാണെന്ന് ഗവേഷണം നടന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന അറബി ഭാഷ ഇപ്പോ ഇസ്മായിൽ നബിന്റെ ആ, പിന്നെ പിന്നെന്താണ് സന്താന പരമ്പരയിൽ നിന്നാണ് അറബി ഉണ്ടായി എന്നാ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ മുമ്പ് തന്നെ അറബി ഉണ്ട്. അറബിയുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഇവര് ഹമ്മുറാബിയുടെ ഒക്കെ മുമ്പ് തന്നെ അറബി ഭാഷയുടെ ചെറിയ ചെറിയ സിഗ്നലിൽ പരിണാമ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അറബി ഭാഷാ ജനിനിയാണ്. ആദ്യ ഭാഷ ആദ്യ സംസാരിച്ചത്, സ്വർഗത്തിൽ സംസാരിച്ചത് ഏത് ഭാഷയാണ്? അറബി ഭാഷയാണ്. അതിൽ നിന്നാണ് സെമിറ്റിക് ഭാഷ പോലും രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പിന്നീട് ചില ചരിത്രകാരന്മാർ സെമിറ്റിക് ഭാഷയിലെ കുറെ ഹിബ്രു, അരാമിക് അതിനൊരു ഭാഷയായി മാത്രം അറബിയെ എണ്ണി എന്നുള്ളത് അറബിനെ ചെറിയൊരു കൊച്ചാക്കല് അവരിൽ ഉണ്ടായിരുന്നു. ഖുർആനില് ഇപ്പൊ ഇന്നിപ്പോ മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സംസാരമുണ്ടല്ലോ. ഇപ്പൊ സുലൈമാൻ നബിക്ക് മൻസിഖത്തുൽ പക്ഷികളുടെ സംസാരം സുലൈമാൻ നബിക്ക് പഠിപ്പിച്ചു എന്ന് പറയുമ്പോ അന്ന് പക്ഷികൾക്ക് സംസാരമുണ്ട്. പക്ഷെ മനുഷ്യൻ അതിൽ നിന്ന് മാറി ബയാനുള്ളവനാണ്. കവിത എഴുതുന്ന, പ്രസംഗിക്കുന്ന, നോവൽ എഴുതുന്ന, ചിത്രീകരിക്കുന്ന, അങ്ങനെ ഒരു ബയാൻ, ഒരു സാഹിത്യ ഭാഷയുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ടാണ് ഹയവാൻ നാസിഖ് എന്ന് മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഭാഷയുടെ തുടക്കം അറബിയാണ്. അറബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അൽഫുസ്ഹ എന്നാണ്. കാര്യങ്ങൾ വ്യക്തമായും സ്ഫുടമായും സംസാരിക്കാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് അറബി ഭാഷയിലേക്ക് കുറെ പറഞ്ഞു പോകും. അവിടെ നമ്മളിനി മാരികേനെ പറഞ്ഞു തുടങ്ങട്ടെ. അറബികളുടെ അടുത്തുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോ രണ്ടു തരം അറബികളുണ്ട്. ഒന്ന് അൽ അറബുൽ ആരിബ, തനി അറബികൾ. രണ്ട് അൽ അറബുൽ മുസ്താരിബ, അറബീകരിക്കപ്പെട്ട അറബികൾ. ഈ രണ്ട് അറബികളാണ് ഇന്ന് അറബ് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നവര്. അതില് അറബുൽ ആരിബ എന്ന് പറയുന്നതാണ് ഒറിജിനൽ അറബികൾ. അവർ യമനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. യഅ്റൂബ് ബിൻ ഖഹ്താൻ എന്ന് പറയുന്ന സാമിന്റെ തലമുറയിൽപ്പെട്ട ഒരാളാണ്. അയാളുടെ പേരിൽ നിന്നാണ് അറബി എന്നുള്ള പേരുണ്ടായിട്ടുള്ളത്, യഅ്റൂബ് ബിൻ ഖഹ്താൻ. അപ്പൊ അവരെ ഖഹ്താനികൾ എന്നാണ് പൊതുവെ പറയുന്നത്. രണ്ട് അദ്നാനികളാണ്, അതാണ് അറബുൽ മുസ്താരിബ്, അറബീകരിക്കപ്പെട്ട അറബികൾ. അവരാണ് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പര. ഇസ്മായിൽ നബി മക്കയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവിടെ ആജറ ബീവി ഇസ്മായിൽ നബിയും കൂടെ ഒറ്റപ്പെട്ട സമയത്ത് അവിടെ ഈ വഴി പോവുകയായിരുന്ന ജുർഹും ഗോത്രം യമനിൽ നിന്ന് വേറെ ഒരു സ്ഥലം തേടി നടക്കുകയായിരുന്നു. ജുർഹും ഗോത്രത്തിലെ ഇവിടെ വെള്ളത്തിന്റെ പക്ഷികളെ കണ്ടിട്ടാണ് അവര് മക്കയിലേക്ക് വരികയും ഞങ്ങൾ വെള്ളം എടുത്തോട്ടെ എന്ന് ചോദിക്കുകയും അവിടെ കൂടുകയും ചെയ്യുന്നത്. അങ്ങനെ വെള്ളം എടുക്കുന്നതിന് പകരമായി എനിക്ക് ഭക്ഷണം തരണം എന്ന് പറയുകയും സംസം വെള്ളം അള്ളാഹു ഹാജറ ബീവിക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും രണ്ടിനുമുള്ള വഴിയാക്കി കൊടുക്കുകയും ചെയ്തു. ഈ ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി അറബി പഠിക്കുന്നത്. ചരിത്രത്തിൽ പറയുകയാണെങ്കിൽ ഫസാറ അഫ്സഹു മിൻഹും എന്നാണ്, അവരെക്കാൾ നല്ല ഫുസ്ഹുള്ള ഒരാളായിട്ട് അദ്ദേഹം മാറി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബനു ഹാഷിം ആവട്ടെ അല്ലെങ്കിൽ ഈ അദ്നാനികളാവട്ടെ അവരൊക്കെ അറബിയിൽ നല്ലതാണ്. പക്ഷെ അറബി ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയുള്ളത് അതിനെ പഠിച്ച ആളുകൾ ചിലപ്പോ അതിന്റെ നാറ്റീവ് സ്പീക്കേഴ്സിനേക്കാളും നന്നായിട്ട് വരാറുണ്ട്. അത് അറബി ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു സംഗതി എനിക്ക് തോന്നിയിട്ടുള്ളത്, അറബി ഭാഷ ഹീബ്രു ഭാഷയും ഒരു പൊതുപൂർവികനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വർഗത്തിലെ ഭാഷ ഏതാണെന്നുള്ളത് അറബിയായെന്നുള്ളത് സംബന്ധമായിട്ട് ഹദീസുകളും അഭിപ്രായങ്ങളും ഉണ്ട്.
അതേസമയത്ത് ഭൂമിയിലെ ഭാഷയിൽ ഒരു പൊതുഭാഷ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അത് ഹീബ്രുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ പഠനത്തിൽ. ഇപ്പോ ഏൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമമാണ് ഏൽ. ആ ഏലിലേക്ക് ചേർത്തിട്ടാണ് ഒരുപാട് പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്മായിൽ, അങ്ങനെ കുറെ ഏല് ചേർത്തിട്ടുള്ള പേരുകൾ നമുക്ക് ഹീബ്രു ഭാഷയിൽ കാണാൻ സാധിക്കും. ഇതേ പേരുകളോട് സാമ്യത്തിലാണ് ജബ്രായിൽ, മീക്കായിൽ, ഇസ്രായേൽ ഇങ്ങനെ ഉള്ള പേരുകളുള്ളത്. അതായത് അള്ളാഹുവിന്റെ അടുത്തുള്ള മലക്കുകളുടെ പേരുകളായിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതൊക്കെ തന്നെ ഏലിലേക്ക് ചേർത്തിട്ടാണ്. അതേസമയത്ത് അറബി ഭാഷയിൽ അതിന് തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്നത് അള്ളാഹു എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പേരുകളൊക്കെ അബ്ദുള്ള അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ്, അള്ളാഹ് എന്ന് ചേർത്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മെഹ്റ അതുപോലെ ഷെഹരി ഭാഷകൾക്കൊക്കെ തന്നെ ഒരു പൊതുപൂർവികൻ ആയിട്ട് ഒരു ഭാഷ ഉണ്ടാവാം. അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അറബിയും കൂടെ ഉത്ഭവിച്ചിട്ടുണ്ടാവുക. പക്ഷെ കൂട്ടത്തിൽ നിലനിന്ന ഒരു സാധനം, ഖുർആൻ നിലനിർത്തിയ പോലെ നിലനിന്നു പോയ ഒരു സാധനം അറബിയാണ്. അറബി ഭാഷ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭാഷകൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാർസി ഉണ്ടായിരുന്നു. അപ്പൊ പഴയ ഫാർസി, പുതിയ ഫാർസി എന്ന് പറഞ്ഞ ഫാർസിയിൽ ഉണ്ടായി. പഴയ ഫാർസി ആർക്കും അറിയാത്ത അവസ്ഥയാണ് ഇന്ന്. അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷ ഉണ്ടായിരുന്നു. ലാറ്റിൻ ഭാഷയിലായിരുന്നു ഈ റോമ സാമ്രാജ്യത്തിന്റെ ഒഫീഷ്യൽ എഴുത്തുകൂത്തുകളൊക്കെ നടന്നിരുന്നത്. ഇന്ന് ലാറ്റിൻ ഭാഷയില്ല, പകരം പോർച്ചുഗീസ്, ഫ്രാൻസ്, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഭാഷകളായിട്ട് മാറി. ഒരു ഭാഷയും പരസ്പരം ബന്ധമില്ലാത്ത രൂപത്തിൽ അത്രമാത്രം ഉച്ചാരണ വ്യത്യാസങ്ങളും വന്നു. അതുകൊണ്ട് തന്നെ ലാറ്റിൻ അറിയുന്ന ആളുകൾ ഇന്ന് കുറഞ്ഞു. ഈ ലാറ്റിനുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ അറബി ഭാഷയുടെ വ്യാപനം ലോകത്ത് ഒരുപാട് ഭാഷകൾക്ക് എഴുത്ത് സൃഷ്ടിച്ച്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തുർക്കി ഭാഷയെ അറബി ലിപിയിലാണ് എഴുതിയിരുന്നത്. ഇപ്പം തുർക്കി ഭാഷ ഈ കമാൽ അത്താതുർക്കിന്റെ പരിഷ്കരണത്തിന് ശേഷം അറബി ഭാഷ മാറ്റിയിട്ട് ഇംഗ്ലീഷ് ലിപി സ്വീകരിച്ചു. ലോകത്ത് പല ആഫ്രിക്കൻ ഭാഗങ്ങളിലൊക്കെ ഇന്ന് ഇംഗ്ലീഷ് ലിപി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആഫ്രിക്കൻ കോസ്റ്റൽ ഉടനീളം മുസ്ലിങ്ങൾ സ്വാധീനം ചെലുത്തിയ സമയത്ത് അവിടെയൊക്കെ ലിപി ഇല്ലാത്ത ഭാഷകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അറബി ലിപിയിൽ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലോകത്ത് ലിപി ഇല്ലാത്ത, എഴുതാൻ സാധിക്കാത്ത ഒരുപാട് ഭാഷകൾക്ക് ലിപി കൊടുത്തത് അറബിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് നമ്മളിപ്പോ ഉറുദു, ഫാർസി മോഡലിൽ സ്വീകരിച്ചെങ്കിലും കൂടിയിട്ട് അറബി ബേസിലാണ് ആ ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രമാത്രം രസകരമായ കാലിഗ്രഫി പോലെയുള്ള രൂപങ്ങളൊക്കെ അറബിയുടെ ഈ എഴുത്ത് അറബിയുടെ എഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അത് വേറെ ഒരുപാട് പറയാനുണ്ട് കേട്ടാ. അപ്പൊ റസ്മ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു പഠനശാഖ തന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഖുർആന്റെ എഴുത്തിനെ പറ്റിയിട്ട് വേറെ തന്നെ പഠിക്കേണ്ടതുണ്ട്. ഖുർആന്റെ എഴുത്തും ഖുർആൻ അല്ലാത്ത എഴുത്തും രണ്ട് ലിപിയാണ്. അപ്പൊ റസ്മു വേറൊരു പഠനമാണ് അറബി ഭാഷയിൽ. വീണ്ടും നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. ഞാനൊന്ന് നിർത്തിയിട്ട് അയ്യൂബ് മൗലവിയിലേക്ക്. എനിക്കൊന്ന് അറബി ഭാഷയെ പോലെ തന്നെ സൗന്ദര്യമാണ് എന്റെ എഴുത്തിന്. കാലിഗ്രാഫിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എന്റെ പുറകിലുള്ള കാലിഗ്രാഫിയൊക്കെ അതിമനോഹരമാണ്. അതിന്റെ ഇവിടെ എനിക്ക് തോന്നുന്നത് ആശയ സംവാദത്തിന്, കമ്മ്യൂണിക്കേഷൻ അറബി ഭാഷയുടെ അത്ര സൗന്ദര്യമുള്ള ഒരു ഭാഷ വേറെ ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംവാദത്തിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഡിബേറ്റ് ഒക്കെ കേരളത്തിൽ പരിചയപ്പെടുത്തിയ നിസാർക്കൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം ആശയ കൈമാറ്റത്തിനും നല്ലൊരു സംവാദത്തിനും സംവേദനത്തിനും ഒക്കെ അറബി ഭാഷ തന്നെയാണ് ഏറ്റവും മികച്ചത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിസാർക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ ആഡ് ചെയ്യാനുണ്ടോ? മൈക്ക് മ്യൂട്ടാണ്, അൺമ്യൂട്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ സത്യത്തിൽ ഞാനൊന്ന് ഭയപ്പെട്ടിരുന്നു. കാരണം ഞാൻ എന്താണ് ഈ വിഷയത്തിൽ പറയാം എന്നുള്ള രീതിയിൽ. സത്യത്തിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ചിലർ അന്വേഷണം നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചില അത്ഭുതങ്ങളാണ് എനിക്കുണ്ടായത്. അതായത് ലോകത്തെ നമ്മളെപ്പോഴും ഒരു ഭാഷയാകട്ടെ, സംസ്കാരമാകട്ടെ, ചിന്താരീതിയാകട്ടെ, അതൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡത്തിൽ പെടുന്നതാണ് അവൻ ജേതാവായിരിക്കുക എന്നുള്ളതാണ്. അവൻ ജേതാവായി കഴിഞ്ഞാൽ അയാളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നതുപോലെയാണ് ഭാഷാ സംസ്കാരത്തിന് ഇംഗ്ലീഷിന് വന്നിട്ടുള്ള പ്രാധാന്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ലേഖനം ഇംഗ്ലീഷിൽ വായിക്കല്ല, അത് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇതായിരുന്നു. പക്ഷെ ഞാൻ അതൊരു ആൾക്ക് അയച്ചു കൊടുത്തിട്ട് അയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ മലയാളം
ഇംഗ്ലീഷ് ഈ വാക്കുകൾക്ക് നമുക്ക് പൂർണ്ണ അർത്ഥത്തിലേക്ക് ഒരു കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയില്ല. അതിന് അറബി ഭാഷ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് പറഞ്ഞ ആള് ഒരു മുസ്ലിം അല്ല കേട്ടോ. അപ്പൊ ഇത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ആ വിഷയത്തിലുള്ള നമ്മളൊരു പഠനം അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഒരുപാട് കാര്യങ്ങളാണ് പിന്നീട് തെളിയുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അറബിയുമായി ബന്ധപ്പെട്ട് അറബി ഭാഷ അതിന്റെ സ്വാധീനമുള്ള മറ്റു പല ഭാഷകളുണ്ടെന്നുള്ളതാണ്. അപ്പം റഹ്മത്തുള്ളാഹി സാഹിബ് പറഞ്ഞ പോലെ തന്നെ തുർക്കി, അതുപോലെ തന്നെ പോർച്ചുഗൽ, പിന്നെ വേറെ അങ്ങനെ ചില രാജ്യങ്ങളിൽ, അതായത് മറ്റു ഭാഷകൾ, പിന്നെ നമ്മളെ ഉറുദു, ഈ ഉറുദു എന്ന് പറഞ്ഞ ഭാഷ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇന്ത്യക്കാരൻ നിർബന്ധമായി പഠിക്കണം. കാരണം ഉറുദു ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തുടങ്ങും. ആ ഉറുദു നമുക്കറിയാമെങ്കിൽ കേരളത്തിൽ ഇന്ത്യ എന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാടായിട്ട് കേരളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയാണ്. അപ്പൊ ഈ ഭാഷകള് നിലവിൽ ഹിന്ദിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഉറുദു പ്രയോജനപ്പെടും. കാരണം തമിഴ്നാട്, കർണാടക, അല്ലെങ്കിൽ മറ്റേ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ, ദക്ഷിണേഷ്യൻ ഭാഗങ്ങളിൽ ഹിന്ദി എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. പക്ഷെ ഉറുദു മനസ്സിലാവുന്ന ആളുകളുണ്ട്. അപ്പൊ യാത്ര ചെയ്തിട്ടുള്ള പരിചയം കൊണ്ട് പറയാട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രാധാന്യങ്ങൾ, അതായത് നമ്മൾ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഈ അറബി ഭാഷ കയ്യിലുണ്ടെങ്കിൽ, ഇന്നിപ്പം വലിയ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഇത് മാറുന്നുണ്ട്. കാരണം ഈ ഭാഷയുടെ പ്രാധാന്യം അത് ബിസിനസ്സുമായിട്ടാകട്ടെ മറ്റു മേഖലയായിട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ അതായത് സാഹിത്യങ്ങൾ, അതായത് 1001 രാവുകളാണ് യൂറോപ്യന്മാർ കാണുന്നുള്ളൂ, എന്നാൽ അതിനേക്കാൾ വലിയ സാഹിത്യങ്ങളൊക്കെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അറബി ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ. കാരണം അയ്യമൗലവി ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചത് എന്താണ് ഇത്ര കൂടുതൽ പറയാൻ എന്താണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിലെ ഒരു പറയാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അതേക്കുറിച്ചിട്ട് എഴുതാനോ ഒരുപാടുള്ള ഒരു മേഖല തന്നെയാണ് ഈ ഒരു മേഖല എന്ന് തന്നെയാണ് ഞാനിപ്പോ 2 അറബി പണ്ഡിതന്മാരും അറബിയെ ഗവേഷണം ചെയ്യുന്ന ആളുകൾക്കിടയിൽ നിന്ന് എന്റേതായ ചെറിയൊരു അഭിപ്രായം പറയാണ്. അത് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, നമ്മളെ അറബി ഭാഷയിൽ നിന്നുള്ള വാക്കുകൾ ഇല്ലാത്ത ഒരു ഭാഷയും ലോകത്തില്ല. നമ്മളെ കേരളത്തിൽ മലയാള ഭാഷയിൽ തന്നെ ഏകദേശം 1000 ചില്ലാനം അറബി വാക്കുകൾ മലയാളീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD തീസിസ് ഒരാൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 1000 ചില്ലാനം അറബി വാക്കുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അതായത് മറ്റേ ടേംസ് അല്ല. ഇപ്പൊ കോടതിയും അതുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ മുമ്പിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ കാഴ്ചവെച്ചത് ഇസ്ലാം ആയതുകൊണ്ട് അതിന്റെ അടിസ്ഥാനങ്ങൾ കോടതി, അല്ലെങ്കിൽ മഹ്കമ, മുൻസിഫ്, വക്കീൽ, ഇങ്ങനെ തുടങ്ങി കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വാക്കുകൾ അറബിയാണ്. അത് ആദ്യം മുസ്ലിങ്ങളാണ് ഇത് കാണിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഇസ്ലാമാണ് കാണിച്ചു കൊടുത്തത്, അവർ അറബി ഭാഷ ഉപയോഗിച്ചത്. അതല്ലാതെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അറബീകരിക്കപ്പെട്ട 1000ഓളം വാക്കുകൾ അദ്ദേഹത്തിന്റെ ആ പ്രബന്ധത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില്ലാത്ത ഒരു ലോകത്തിന് ഒരു ഭാഷ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, അറബി കയറി വരാത്ത. അതിന് ലോൺ വേർഡ്സ് എന്നാണ് പറയാ, കൊടുത്ത വാക്കുകൾ, ലോണാക്കി കൊടുത്ത വാക്കുകൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോ 3 കൂട്ടിച്ചേർക്കാനുള്ളത്, ജോർജ് സൈദാന്റെ ഒരു വാക്കുണ്ട്, അൽ ലുഗത്തുൽ അറബിയ്യ അഗ്ന ലുഗാത്തിൽ ആലം. മറ്റു ഭാഷകളെക്കാൾ ഏറെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അറബി ഭാഷ എത്ര. അതെന്ത് എന്നുള്ള കുറെ കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. യൂറോപ്യർ അറബി ഭാഷ പഠിപ്പിക്കാൻ ഒരു സമ്മർദ്ദമുണ്ടായത് ക്രിസ്തുമത പ്രചരണത്തിന് അറബി ഭാഷ ഉപയോഗിക്കാം എന്നൊരു ധാരണ വന്നു. അതിനൊരു കാരണം അവരുടെ ബൈബിളിന്റെ ഭാഷ ക്രിസ്ത്യാനികൾക്ക് അറിയില്ല, ക്രിസ്ത്യാനികൾക്കിടയിൽ നിലവിലില്ല. പ്രദേശ ഭാഷ വെച്ചുകൊണ്ടാണ് അവർ ബൈബിള് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഇസ്ലാമിൻ്റെതായ ഒരു ഗ്രന്ഥങ്ങളൊക്കെ അറബിയിലാണ്. അത് ആളുകളെ സ്വാധീനിക്കുന്നുമുണ്ട്. എന്തിനേറെ നമ്മുടെ ഒരു സൗദി അറേബ്യയിലെ ഫൈസൽ രാജാവ് പാരീസിൽ ചെന്നു ചികിത്സയ്ക്ക് വേണ്ടി.
അന്ന് മോറിസ് ബുക്കായി ഉൾക്കൊള്ളുന്ന വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടേക്ക് ആ ചികിത്സക്ക് പോയത്. മോറിസ് ബുക്കായി അന്നൊരു ഡോക്ടർ ആണെങ്കിലും ക്രിസ്തീയ പ്രചാരകനായിരുന്നു. സാധാരണ ചികിത്സ കഴിഞ്ഞിട്ട് ഓരോരുത്തരോടും പറയും, കുറച്ച് നേരം സംസാരിക്കട്ടെ. സംസാരിച്ച് ഇങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് കൂട്ടണേനും. ഫൈസൽ രാജാവിനെയും ക്രിസ്തു മതത്തിലേക്ക് കൂട്ടാൻ വേണ്ടി മോറിസ് ബുക്കായി ശ്രമിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങളെ ഖുർആനിൽ തെറ്റുണ്ട്, അങ്ങനുണ്ട് ഇങ്ങനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഫൈസൽ രാജ വെച്ച ഖുർആൻ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അയാൾ ഖുർആൻ പരിഭാഷകളും മറ്റൊക്കെ കൂടി കൊണ്ടുവന്നു. ഇങ്ങനെ ഖുർആൻ അത് പരിഭാഷക്കാരൻ പറയാന്ന്. നിങ്ങൾ ബൈബിള് പോലെ ഖുർആൻ ധരിച്ചത് കൊണ്ടാണ് ഈ പറയുന്നത്. ഫൈസൽ രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് അറബി പഠിക്കാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തരാം. ഇവിടെ പാരീസിൽ യൂണിവേഴ്സിറ്റിയിൽ അറബി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്, അയാൾക്ക് നിങ്ങൾ അറബി പഠിക്കുകയും. അങ്ങനെ 2 വർഷം കൊണ്ട് മോറിസ് ബുക്കായി അറബി പഠിക്കുകയും അതിനുശേഷം അയാളുടെ ക്രിസ്തീയ ധാരണകളൊക്കെ ഒഴിവാക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ചതൊക്കെ പറയുന്നുണ്ട്. അപ്പോ അറബി അതെന്താ കാരണം വെച്ചാല് അറബ് രാജ്യത്തുള്ളവരല്ലാത്ത ധാരാളം ആളുകൾ അറബിയിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പറയാം, കോടമ്പ് ബാവ മുസ്ലിയാര് അറബിയിൽ 100ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ പാനൂര് തങ്ങള് ഖുർആൻ തഫ്സീർ 7 വാല്യുള്ള ഖുർആൻ തഫ്സീർ എഴുതിയിട്ട്, ഇത് ഇന്ത്യയിൽ തന്നെ ജീവിച്ചുള്ള സനാവുക ഞങ്ങൾ 10 വാല്യുള്ള ഖുർആൻ പരിഭാഷ. ഇവരൊന്നും അറബികളല്ല. അങ്ങനെ അറബികളല്ലാത്ത ധാരാളം ആളുകൾ അറബി പഠിച്ച് അറബിയിൽ ഗ്രന്ഥങ്ങൾ എഴുതിയവരുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ അറബി പഠിക്കാൻ പ്രേരിപ്പിച്ചത്? അത് ഉമർ ഖത്താബിന്റെ ഒരു വാക്കുണ്ട്, തഅല്ലമുൽ അറബിയ്യ വഅഗ്രിബുൽ ഖുർആന. നിങ്ങൾ അറബി ഭാഷ പഠിക്കുക, അത് സ്വായത്തമാക്കുക, ഖുർആനിനെ അറബിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മതം ഉൾക്കൊള്ളുന്നത് അറബിയിലാണ്. അറബി ഇപ്പൊ നമ്മള് ഖുർആനായാലും ഹദീസ് ആയാലും ചരിത്രമായാലും ഫിഖ്ഹായാലും ഒക്കെ അറബിയിലാണ് ഉള്ളത്. അതുകൊണ്ട് അപ്പൊ ഇസ്ലാം മതം പ്രചരിക്കുന്ന സ്ഥലത്തൊക്കെ പ്രാദേശിക ഭാഷകൾ അവർ പഠിക്കും, അതോടൊപ്പം അറബി അവരെ പഠിപ്പിക്കും. അങ്ങനെ അറബി ഖുർആൻ നിലനിൽക്കുന്ന കാലം അത്രയും അറബി ഭാഷയും നിലനിൽക്കും. അതുകൊണ്ട് ഒരാൾ മലയാളത്തിൽ പണ്ടൊരാൾ പുസ്തകം എഴുതിയപ്പോ ആരോ ഒരാൾ ചോദിച്ചു, മലയാളത്തിന് ഇങ്ങനെ 100 കൊല്ലം കൂടുമ്പോ ഭാഷാ ശോഷണം വരും എന്ന് അറബിയിൽ എഴുതിയിരുന്നെങ്കിൽ അത് 100 കൊല്ലം മുമ്പല്ല 1000 കൊല്ലം മുമ്പുണ്ടായ അതേ വാക്ക് തന്നെ ഇപ്പോഴും നിലനിൽക്കും. ഇപ്പൊ ഭൂകമ്പത്തിന് എന്താ പറയാ? അതേ വാക്ക് 1400 വർഷം മുമ്പ് സൽസാലാണ്, അല്ലെങ്കിൽ ഇതിൽ. അപ്പൊ എന്തായാലും അറബി ഭാഷക്ക് പിന്നെ ഒരുപാട് മഹത്വമുണ്ട്. അതുകൊണ്ട് അറബിയിൽ ഗ്രന്ഥങ്ങൾ എഴുതിയാൽ അറബി ഭാഷ നിലനിൽക്കുന്ന അത്രയും. അപ്പൊ അറബി ഭാഷയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മള് ഇപ്പൊ കുറച്ചു മുമ്പ് ജബ്ബാർ മാഷ് അറബി ഒരു തല്ലിപ്പൊളി ഭാഷയാണ്, ഒരു കുന്തം അറിയാതെ ഇങ്ങനെ പിന്നെ മുഹമ്മദ് എന്തൊക്കെയോ പാടിയതാണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജബ്ബാർ മാഷ് എവിടുന്നാ ഈ പറയുന്നത്? ഇവിടുന്ന് ആനന്ദ് എഴുതിയതാണ്. എന്നാൽ പിന്നെ വിശ്വാസികളല്ലാത്ത ഇസ്ലാം വിമർശിക്കാൻ വേണ്ടി ഓറിയന്റലിസ്റ്റുകൾ അറബി ഭാഷ പഠിച്ച് അതിന്റെ സാഹിത്യം പഠിച്ച് ഖുർആൻ വിമർശിക്കാൻ വിചാരിച്ച രംഗത്ത് വന്നു. പക്ഷെ അവർ കുറെ ആളുകൾ മുസ്ലിം ആയി പോയിട്ടോ.
അതുകൊണ്ട് ഇനി ഞങ്ങൾ മാരിന്ന് പറയട്ടെ. അത് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു സംഗതി, ഏറ്റവും ശുദ്ധമായ അറബി ഫുസ്ഹയോട് ചേർന്ന് നിൽക്കുന്ന ഭാഷ സംസാരിക്കുന്നത് ലബനീസ് ക്രിസ്ത്യൻസ് ആണ് ഞാൻ വീക്ഷിച്ചിടത്തോളം, ഏറ്റവും ശുദ്ധ അറബി ഭാഷ സംസാരിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇപ്പം ഖുറാനിന്റെ ആളുകളും ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മള് മൊത്തത്തില് GCC നോക്കുകയാണെങ്കിൽ ഒമാനിലാണെങ്കിൽ 1-2 അക്ഷരങ്ങളുടെ പ്രൊണൗൺസിയേഷൻ അത്ര പോരാ. UAE നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാക്ക് പകരം യാ ഉപയോഗിക്കും. അവര് ദജാജ എന്ന് പറഞ്ഞാൽ ദിയായ എന്ന് പറയാം, അവരുടെ ഒരു ഇതാണ്. അതുപോലെ ഖദ്ദാം എന്ന് പറയണേ, ഖദ്ദാം എന്നുള്ളതിന് പകരം ഗദ്ദാം എന്ന് പറയാം. അപ്പൊ ഒമാനിലും അതന്നെ അവര് ജാക്ക് പകരം ഗാ തിരിച്ചാ ഉപയോഗിക്കാം. മാജിദ് എന്നുള്ളതിന് മാഗിദ് എന്ന് പറയാം. അപ്പൊ സൗദിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. കുവൈത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. മൊത്തത്തിൽ നമ്മൾ GCC നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധ അറബി 100% സംസാരിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ ഖുതുബകളിലും പ്രഭാഷണങ്ങളിലും മാത്രമേ കേൾക്കുള്ളൂ. ബാക്കി സംസാരങ്ങളിലൊന്നും ആ പ്രൊണൗൺസിയേഷൻ ഇല്ല. മാത്രമല്ല നമ്മളത് ശുദ്ധ പ്രൊണൗൺസിയേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സംസാര ഭാഷ അറിയില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് അവരെത്തുക. പിന്നെ ഈജിപ്തിലാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടുള്ളത്. ഈജിപ്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 28 അക്ഷരങ്ങളിൽ 11-12 അവര് തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത് എന്നുള്ളത് ഡോക്ടർ താരിഖ് സുവൈദാന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈജിപ്തുകാർക്ക് ക അല്ല ആ ഉള്ളൂ. ഉല്ലക മിൻ അൽബി എന്നാ പറയാ, ഞാൻ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിന്നോട് സംസാരിക്കണം. ഉല്ലക മിൻ ഖൽബി എന്നുള്ളതിന് ഉല്ലക മിൻ അൽബി എന്ന് പറയാം. അപ്പൊ മൗഖിഫ് എന്നുള്ളതിന് മൗഇഫ് എന്ന് പറയാം, പാർക്കിങ്ങിന് മൗഇഫ് എന്നാണ് അവർ പറയാം. അപ്പൊ മിസ്രികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷ പഠിച്ചത് കൊണ്ട് മാത്രം അവരുടെ അടുത്ത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലബനീസ് ക്രിസ്ത്യൻസ് ആണ് കുറച്ചും കൂടെ ശുദ്ധ ഭാഷയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് കാണാൻ പറ്റുന്ന കൃതികള് ഖലീൽ ജിബ്രാന്റെ അറബിയിൽ എഴുതിയ സുന്ദര സാഹിത്യമാണ്. അത്രമാത്രം അറബി സാഹിത്യം വഴിഞ്ഞൊഴുകുന്ന പുസ്തകങ്ങൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അത്രമാത്രം വളരെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു സാഹിത്യമാണ് ഖലീൽ ജിബ്രാന്റെ എഴുത്ത്. അത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലും ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷും അറബിയും കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണ്, രണ്ടിലും എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇംഗ്ലീഷും അറബിയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഖലീൽ ജിബ്രാന്റെ അറബി എഴുത്ത് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അതൊരു സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ അറബികള് ഇംഗ്ലീഷുകാരുടെ അറബികളുടെയും ഒരു സംസാര രീതി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാര് തലയും കയ്യും ഒക്കെ കുലുക്കിയിട്ട് കൂടുതൽ പറയും, ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാ പറയും. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്കുകള് വേണ്ടത്ര പ്രതിഫലിപ്പിക്കണില്ല. നമ്മള് റെസൊണൻസ് എന്ന് പറയാം, അതായത് വാക്കുകളിൽ കൂടി അർത്ഥം വേണ്ടത്ര പ്രതിഫലിക്കാത്തതുകൊണ്ടാണ് ഈ ബോഡി ആക്ഷൻ കൂടുന്നത്. അതേസമയത്ത് അറബിയുടെ ഒരു പ്രത്യേകത, എന്ത് പദത്തിനാണോ അത് ഉപയോഗിക്കുന്നത് അത് ആ പദം പറയുമ്പോ തന്നെയാണ് മനസ്സിലാവും. അങ്ങനെ ഒരു പ്രത്യേകത അറബിക്കുണ്ട്. ഇപ്പൊ ചുമക്ക എന്നുള്ളതിന് ഖഹ് എന്ന് പറയാം, കൈഫ സഹ എന്നൊരു ചോദിക്കും. അപ്പൊ ഖഹ എന്ന് പറയണെങ്കിൽ തന്നെ ചുമക്കണ പോലെയാണ് തോന്നുക. അപ്പൊ നമ്മളിവിടെ തമാശക്ക് ഒമാനിൽ പറയണ കൈഫ സഹ എന്ന് ചോദിക്കുമ്പോ അവര് തമാശക്ക് തിരിച്ചു പറയും മാഷയെ ഖഹ എന്ന് പറയും. ചുമയൊന്നുമില്ല അപ്പൊ ഓക്കെ ആണെന്ന് ഈ സമയത്ത് കേട്ടാ, ഈ സമയത്ത് ചുമയും പ്രശ്നമൊന്നുമില്ല ഓക്കെ ആണെന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ ജലദോഷത്തിന് സുക്കാം എന്ന് പറയാം. സുക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മൂക്കൊലിപ്പിന്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് അതിന്. ജക്കാമീൻ എന്നോ സുക്കാം എന്നൊക്കെ പറയും. അതുപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്നുള്ളതിന് എന്താ പറയാ, മദ്മല എന്ന് പറയാം. അത് കേട്ടാൽ തന്നെ മദ്മലത്ത് വായിൽ ഇങ്ങനെ വെള്ളം പിടിച്ച് കുലുക്കുന്ന പോലെ തോന്നും. അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് സ്തിൻഷാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രയോഗത്തിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറബികള് പറഞ്ഞാൽ മതിയാവും, കയ്യും കാലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് മറ്റു ലാംഗ്വേജിൽ ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈകൊണ്ടും കാലുകൊണ്ടും വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഒരുപാട് പറയേണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ മാത്രമല്ല ഈ ഇപ്പൊ ഖുർആന് നമ്മൾ എടുത്തു നോക്കിയാൽ പറച്ചില്ല അതിന്റെ ഫീലിംഗ് കിട്ടുന്ന കുറെ സന്ദർഭങ്ങൾ ഖുർആനിലുണ്ട്. അത് പിന്നെ ഖുർആന്റെ തജ്വീദുമായി ബന്ധപ്പെട്ടിട്ടും കൂടി കുറെ സംഗതികളാണ്. പക്ഷെ എന്നാലും ആ പറയുമ്പോ തന്നെ ഫീലിംഗ് കിട്ടും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ ഹാഖ, ഖുർആന്റെ തജ്വീദൊക്കെ കൂട്ടിയിട്ടാണ് അൽ ഹാഖ, അതിന്റെ അർത്ഥം വന്ന് ഭവിക്കുന്ന വിപത്ത് എന്നാണ്. അപ്പൊ അത് ആ ഹാഖ എന്ന് പറഞ്ഞിട്ട് വന്നാണ് വീണ പോലെയാണ് അതിന്റെ പ്രയോഗം. അതുപോലെ പ്രകമ്പനം കൊള്ളണ സിൽസാൽ എന്നാണ് പദം. നേരത്തെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത ഒരു സംഗതിയാണ്. ഇതാ സൽസലത്തിൽ അർളു സിൽസാല, ആ പദം കേൾക്കുമ്പോ തന്നെ ഇത് പ്രകമ്പനാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഭാഷയുടെ റെസൊണൻസ് വളരെ കൂടുതലുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ.
അതുപോലെ തന്നെ ഈ ഓരോ ഭാഷ പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന മെഡിസിനൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ്, അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അതിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മെഡിസിനൽ ബെനിഫിറ്റ് ഉള്ള ഭാഷയായിട്ട് അറബി ഭാഷയും ഖുർആൻ പാരായണത്തെയും ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മണിക്കലുകള് ഖുർആനിലെ ഇന്ന, ഇമ്മ, ഇമ്പ, ആ മണിക്കൽ വരുമ്പോ ശരിക്കും നല്ല തലയിൽ മൊത്തം പ്രകമ്പനം കിട്ടുകയും അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരാൾ കുറച്ച് സൗണ്ടിൽ ഓതുകയാണെങ്കിൽ അയാൾക്ക് വളരെ ഗുണകരമായ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നും കൂടി പഠനങ്ങളിലുണ്ട്. അയ്യൂബ് തുടരും. അല്ല, അറബി നമ്മൾ വായിക്കുമ്പോ മറ്റു ഭാഷകൾക്കില്ലാത്ത പ്രത്യേകതകളുണ്ട്. ഇതില് അകാര, ഇകാര, ഉകാരം. ഒരു മിനിറ്റ്, തവസ്സിൽ ഇജാസ് സാഹിബാണ് എന്നും തോന്നുന്നു. ആ തവസ്സൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ, അറബി ഭാഷയിലൊക്കെ ആഴമേറിയ അറിവുള്ള ആളുകളാണ് ഗ്രൂപ്പിൽ. ഞാന് പിന്നെ കേൾക്കട്ടെ, കുറച്ച് കേട്ടിട്ട് ഞാൻ പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. വീഡിയോ ഒന്ന് ഓൺ ആയിക്കളി. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, ഓണാക്കാം. ഓക്കെ, അയ്യൂബ് തുടരേ. അല്ല, മറ്റു ഭാഷകള് പറയുമ്പോഴും എഴുതുമ്പോഴും ഉള്ളതിനേക്കാൾ മഹത്വം ആ ഭാഷക്കുണ്ട്. ഉദാഹരണത്തിന് അറബി എഴുതുമ്പോ നമ്മൾ മലയാളത്തില് ഒരു അക്ഷരം പഠിച്ചാൽ മതി, അത് വായിച്ചു പോകാൻ പറ്റും. അറബിയിൽ 28 അക്ഷരം പഠിച്ചത് കൊണ്ട് മാത്രം അറബി ഗ്രന്ഥം വായിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതിന് അതിന്റെ റാബുകൾ പഠിക്കണം, അങ്ങനെ കുറെ സാങ്കേതിക അതിന്റെ നെഹവോ സർഫോ ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അതതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ആ ഭാഷക്ക് എല്ലാം മുസ്തക്കായ വാക്കുകളായിരിക്കും അധികം. അതായത് ഇപ്പൊ റബാരിബ്, മദ്റൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്കിൽ നിന്ന് ഒരു നിഷ്പന്നമായ ധാരാളം വാക്കുകൾ ഉണ്ടാവും. അങ്ങനെ മറ്റു ഭാഷകൾക്കില്ലാത്ത ചില സവിശേഷതകൾ. മറ്റൊന്ന്, ഒരു കവിത്വമുണ്ട് ആ ഭാഷയിൽ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഇപ്പൊ മോസ് പിന്നെ അറബികളെ തന്നെ ഖുർആൻ ആകർഷിച്ചത് അതിന്റെ പാരായണ സൗന്ദര്യമാണ്. അന്നും അറബി സാഹിത്യം മികച്ചു നിൽക്കുകയാണല്ലോ. ആ സമയത്ത് ഖുർആൻ വന്നപ്പോൾ അതിന്റെ പാരായണം, കവിത്വം ആളുകൾ ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോ ആരും ഒന്ന് അന്തം വിട്ട് നിന്നു പോകും. അപ്പോ അതിൻ്റെതായ സവിശേഷതകളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുമ്പോ പുരോഗമനം എന്നൊക്കെ പറഞ്ഞിട്ട് അറബി ഭാഷ തിരുത്തിക്കൊണ്ട് വെറും മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ്. മതം പഠിപ്പിക്കലൊക്കെ, മതം പഠിക്കാൻ പരമാവധി അറബിയിൽ തന്നെ ഉപയോഗിക്കണം. അപ്പൊ രണ്ട് കാര്യമുണ്ട്, മലയാളവും പഠിക്കും, അറബിയും പഠിക്കും. മറ്റൊരു അറബിയെ അവഗണിച്ചുകൊണ്ട് മലയാളത്തിൽ മാത്രം പഠിച്ചാൽ ഒന്നും അറബി ഭാഷയ്ക്ക് സമാനമല്ല മലയാള ഭാഷ. ആ ഒരു വിഷമം വരും. പിന്നെ പണ്ട് കാലത്ത് നമ്മള് പള്ളി ദർസിലൊക്കെ പഠിക്കുമ്പോഴേ ഉസ്താദന്മാരെ അർത്ഥം പറയല്ലേ, ശംസു തുരുവായി. അവിടെ എന്താ മലയാളം പറഞ്ഞ്? സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഓര് ശംസു തുരുവായി എന്ന് പറയും. ഇങ്ങനെ ഈ തർജമയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് 10 കൊല്ലം അറബി കിതാബ് ഓതിയാലും ഒരു വിസ വായിക്കാനോ, ഒന്നിലേറെ മാഗസിൻ വായിക്കാനോ, ഒരു പത്രം വായിക്കാനോ സാധിക്കാറില്ലായിരുന്നു. 10 കൊല്ലമൊക്കെ കിതാബ് ഓതിയ ആൾക്കാരാട്ടോ. നഹവ്, സർഫ്, മന്തിക്ക്, ബലാഗ ഒക്കെ പഠിച്ചവരാണ്. ഇതൊന്നും പഠിക്കാത്ത ഒരാൾ 2 കൊല്ലം ഗൾഫിൽ പോയാൽ
അയാൾക്ക് അറബി സംസാരിക്കാൻ കഴിയും, എഴുതാൻ അറിയാം. അപ്പോ നമ്മുടെ ടീച്ചിങ്ങിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പൊ ഞാനൊന്നും ഗൾഫിലൊന്നും പോയിട്ടില്ല, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇത് മനസ്സിലാക്കിയതാണ്. നമ്മൾ മഗ്‌രിബിക്ക് വേണമെങ്കിൽ രണ്ട് ഭാഗവും ഒരു കേരളത്തിലും വിദേശത്തും നിന്നുകൊണ്ട് അത് കുറച്ചും കൂടി മനസ്സിലാക്കി പറയാൻ കഴിയും. എനിക്കത് നമ്മളിപ്പോ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ അറബി ഭാഷ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നേരത്തെ അയ്യൂബ് മൗലവി പറഞ്ഞ പോലെ തന്നെ അതിനെ മലയാളത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമം, എനിക്കത് പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള റഹ്മത്തുള്ളാഹി സാഹിബിനൊക്കെ അത് കുറെ കൂടി മനസ്സിലാക്കും. കാരണം അറബികൾ ചില പ്രയോഗങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ആശയം ചോർന്നു പോകും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അറബിയെ ആ ഭാഷ പഠിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കല് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അതാണ് ഒരു വലിയൊരു പ്രതിസന്ധി എന്ന്, പ്രത്യേകിച്ച് പുതുതലമുറകൾക്കിടയിൽ അറബി ഭാഷ പ്രചരിപ്പിക്കുന്ന പ്രതിസന്ധി ആ ഒരു അവസ്ഥ ആണെന്ന് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. അതായത് ഇപ്പൊ ഈ റദ്ദുൽ കായിൽ, ഇതിപ്പോ ഡിക്ഷണറി നോക്കി അർത്ഥം പറയാൻ കഴിയില്ല. നല്ലൊരു വാക്ക് ഒരു എന്നാണോ എന്നുള്ള അർത്ഥമുള്ളൂ. റദ്ദുൽ കായിൽ. പക്ഷെ നമ്മളിവിടെ ഡിക്ഷണറി നോക്കിയിട്ടോ പദാനുപത അർത്ഥം പറഞ്ഞാലോ, അപ്പൊ അതിന്റെ ഭാഷയ്ക്ക് ഒരു ശൈലിയുണ്ട്. അഗാധമായ ഗർത്തം എന്ന് മലയാളത്തിൽ പറഞ്ഞ അതേപോലെ അറബി വാക്കുകളുണ്ട്. അപ്പോ ആ ഭാഷയെ ഭാഷയിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇനി മഗ്‌രിബ് പറയട്ടെ. ഞാൻ മഗ്‌രിബ് പറയുമ്പോഴേ ഇതും കൂടി അതിന്റെ ഒപ്പം തന്നെ ഒരു വിഷയം രാഷ്ട്രീയക്കുഴപ്പം ഉണ്ടാവും തോന്നിയത് കൊണ്ട് ചോദിക്കപ്പോഴാണ്. ഇവിടെ അറബിക്ക് പറയണത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അറബിക്ക് ബദലായിട്ട് മറ്റൊരു ഭാഷ ആരും ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അറബി ആയിട്ട് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. മറിച്ച് അറബിയോടുള്ള നമ്മുടെ പരിഗണന കുറഞ്ഞിരിക്കണോ എന്നൊരു വിഷയമാണ് നമുക്കിടയിൽ ചർച്ചയ്ക്ക് വരുന്നുള്ളൂ. കാരണം അതാണ് ഇവിടെയുള്ള വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പം അറബി നാട്ടിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലക്ക് പറയണേ, പഴയ കാലത്തെ പണ്ഡിതന്മാര് അറബി ഭാഷയിൽ അഗ്രഗണ്യരായിരുന്നു. അവര് പിന്നെ വിശേഷങ്ങൾ എഴുതിയിരുന്നത് അറബി കവിതകളിലൂടെയായിരുന്നു. ഒരു ഉസ്താദ് ഇവിടുന്ന് അറബി സുഹൃത്തിന് കത്തെഴുതുന്നത് അറബി കവിതയിലാണ്, അവിടുന്ന് മറുപടി എഴുതുന്നത് അറബി കവിതയിലായിരുന്നു. അത്രമാത്രം അറബി എന്ന് പറഞ്ഞാൽ കവിത എന്ന് പറഞ്ഞാൽ കാഫിയല്ലാതെ എഴുതരുതെന്നാ. അറബി അന്ത്യപ്രാസം യോജിക്കാതെ എഴുതാൻ പാടില്ല. അപ്പോ അത്രമാത്രം വൊക്കാബുലറി അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും അവരങ്ങനെ എഴുതിയിരുന്നു. പിന്നീട് ഇടക്കാലത്ത് ഈ അക്കാഡമിക്കൽ ലെവലിലേക്ക് അറബി ഭാഷ വന്നപ്പോൾ യൂണിവേഴ്സിറ്റികളിലും അതിലൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കൽ മാത്രമായി അതിന്റെ ലക്ഷ്യം. അങ്ങനെ മാറിയ സമയത്ത് അതിന് വലിയൊരു താഴ്ച വന്നിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അറബി ഭാഷ ആയിട്ട് നാട്ടിൽ നിന്ന് വന്ന് ഗൾഫിലേക്ക് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അവരോട് ചോദിച്ചാൽ അറബിയിൽ ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അവര് പഴയ പോലെ ജനറൽ ആയിട്ട് എല്ലാം പഠിക്കണില്ലെങ്കിലും അവർ അറബി ഭാഷ പഠിക്കണം എന്ന് വിചാരിച്ചാൽ അത് പഠിക്കുന്നുണ്ട്, ഫ്രഞ്ച് പഠിക്കണം എന്ന് വിചാരിച്ചാൽ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതാ പഠിക്കണമെന്ന് വെച്ചാൽ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രാൻസ്ലേഷനും ഒക്കെ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. ഞാൻ പുതിയ ജനറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ സംഗതികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പുതിയ തലമുറക്ക് കുറച്ചും കൂടെ ആ ഒരു ഭാഷ ശ്രദ്ധ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പഴയ തലമുറയിലുള്ള ഇപ്പം ഇടക്കാലത്ത് കഴിഞ്ഞു പോയ തലമുറയേക്കാൾ കൂടുതലായിട്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളത്തിൽ അല്ലെങ്കിൽ പിന്നെ അറബി ഭാഷയുടെ ഇപ്പം നിലനിൽക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ നേരത്തെ പറഞ്ഞു ചില പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഹദീസ് പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ ഖുർആൻ പഠിച്ചപ്പോഴോ മനസ്സിലാക്കിയ ഒരു അർത്ഥമല്ല അറബികളുമായി ജീവിച്ചപ്പോൾ മനസ്സിലാവാം. കാരണം ഇത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒട്ടകം മേക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരുപാട് സംഗതികളും ബന്ധപ്പെട്ടിട്ടാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ പലപ്പോഴും വരിക. ഇപ്പൊ ഒരു ഹദീസിലുണ്ട്, ലവന്ന ലിബിനി ആദമ വാദിയം മിൻ ദഹബിൻ ലറഗബ വാദിയാൻ. ഒരു ആദമിന്റെ പുത്രൻ ഒരു വാദി നിറയെ സ്വർണം ഉണ്ടെങ്കിൽ അവൻ 2 വാദി നിറയെ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്താണ് ഈ വാദി? അപ്പൊ നമ്മൾ പഠിക്കുന്നത് താഴ്വര എന്നാണ്. അപ്പോ ഒരു താഴ്വര നിറയെ സ്വർണം, അർത്ഥം ക്ലിയർ ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വാദി എന്താണെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്.
വാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുഭൂമിയിൽ മലകളായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ മഴ പെയ്യണ സമയത്ത് ആ എല്ലായിടത്തും പെയ്യുന്ന മഴ ഒന്നാകെ കുത്തിയൊലിച്ചിട്ട് ഒരു പുഴ രൂപപ്പെടും. ആ പുഴ രൂപപ്പെട്ടിട്ട് അത് അങ്ങനെ ഒഴുകും. ഇത് ഭയങ്കര ശക്തമാണ് ആ ഒഴുക്ക്. എത്രത്തോളം എന്ന് വെച്ചാൽ വലിയ 10 ടണ്ണില്ല അതിനപ്പുറത്തുള്ള വലിയ ട്രെയിലർ ലോറികളൊക്കെ അതിൽ ഒലിച്ചു പോകും. ഒമാനിലൊക്കെ ഞാൻ ട്രെയിലറൊക്കെ ഒലിച്ചു പോകുന്നത് സ്ഥിരം കാണുന്നതാണ്. അത്രമാത്രം ശക്തിയായിട്ടാണ് വരിക. ഞാൻ ഒരിക്കൽ വാദി വന്നപ്പോൾ അവിടെ നിർത്തേണ്ടി വന്നിട്ടുണ്ട് പേടിച്ചിട്ട്. പക്ഷെ ഞാൻ നിർത്തിയതോട് കൂടിയിട്ട് ഒരു 1/4 ആൾ ഉയരത്തിൽ കല്ലും മണ്ണും എല്ലാം കൂടി ശക്തമായിട്ട് അങ്ങോട്ട് ഒഴുകി പോവുകയാണ്. ഇതെനിക്ക് തോന്നുന്നു UAE-ലൊന്നും ചിലപ്പോൾ ഇതുപോലെ കാണാൻ പറ്റില്ല. UAE-യുടെ ഫുജൈറ ഭാഗത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, സൗദിയിലുണ്ടാവും ഇതുപോലെ വാദി. അതായത് ഖത്തർ, കുവൈത്ത്, ബഹ്റൈനിലൊന്നും ഇത് കാണൂല. ഇത് ഒമാനിലും സൗദിയിലും കാണുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോ ഈ വാദി എന്താണെന്ന് പറഞ്ഞാൽ, വാദി നിറയാന്ന് പറഞ്ഞാൽ ആ വാദിയിൽ കൂടെ ഒഴുകി സ്വർണം വരുന്ന ഒരു ഫീലിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആ വാദി കാണണം. അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഒരു രൂപം എന്ന് മനസ്സിലായി. അവിടെയൊക്കെ ബോർഡുകൾ ഉണ്ടാവും. വാദിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നിർത്തണം, കയറരുത് എന്ന് പറഞ്ഞിട്ട്, വാദിയിലേക്ക് വണ്ടി ഇറക്കരുത് എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ സാധാരണ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രയോഗമായിട്ട് ഒരുപാടുണ്ട്. അതേ സമയത്ത് ഞാൻ ചിന്തിച്ച വേറൊരു സംഗതി, ഈ സംസാര ഭാഷയും ശുദ്ധഭാഷയും രണ്ടാണെങ്കിലും ഈ ശുദ്ധഭാഷ മനസ്സിലാവാത്ത ഒരറബിയും ഇല്ല. അത് മരുഭൂമിയിൽ പിന്നെ കിടക്കുന്ന മരുഭൂനിവാസികളായിട്ടുള്ള ഒട്ടകത്തിനെയും ആടിനെയും മാത്രം മേയ്ക്കുന്ന അറബികളാണെങ്കിലും, ജബൽ നിവാസികളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, പിന്നെ സാധാരണക്കാരായ ടാക്സി ഡ്രൈവർമാർ ആരാണെങ്കിലും, ഗ്രാമവാസികളാണെന്നുണ്ടെങ്കിലും, പട്ടണ നിവാസികളാണെങ്കിലും ശുദ്ധ അറബി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെ നാട്ടിൻപുറത്ത് നാടൻ ഭാഷ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ശുദ്ധഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ ഇവിടെ അറബികൾക്കില്ല. അത് ഖുറാന്റെ ഭാഷ ആയതുകൊണ്ട് ശുദ്ധഭാഷ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു നാടനും ഇല്ല, ഒരു ബധുവില്ല. ഏത് ബധുവിനും ശുദ്ധഭാഷ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് മാത്രമല്ല, ശുദ്ധഭാഷയിൽ അവർ തിരിച്ച് നമ്മളോട് സംസാരിക്കും. നമ്മൾ അങ്ങോട്ട് ഫുസ്ഹ സംസാരിക്കാൻ തുടങ്ങി അവർ തിരിച്ച് ഫുസ്ഹ സംസാരിക്കാൻ തുടങ്ങും. അത് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പുതിയൊരാൾ ജോയിൻ ചെയ്തിരുന്നല്ലോ, സംസാരം കേൾക്കണ്ടീന്നല്ല. പുതിയ ആളല്ല, നമ്മളെ റഹ്മത്തുള്ളാ സാഹിബിന് നല്ലപോലെ അറിയുന്ന ആളാണ്. ജമാഅത്തിന്റെ ഉന്നത നേതൃത്വത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. പിന്നെ ജമാഅത്ത് നേതൃത്വത്തിലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പണ്ട് SIO-ന്റെ ഒക്കെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളൂ. റഹ്മത്തുള്ള നമ്മളൊക്കെ അന്ന് സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇശാ നിസ്കരിച്ച് വരുമ്പോ പെട്ടെന്ന് നിസാർ സാഹിബിന്റെ ഒരു മെസ്സേജ് കണ്ടതാ, ഇങ്ങനെ ഒരു സാധനം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ട്രീം യാർഡ് എന്ന് പറഞ്ഞ സാധനം തന്നെ കേൾക്കുന്നത്. പിന്നെ എന്തായാലും അൽഹംദുലില്ലാ കുറെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ ഇതാക്കാൻ പറ്റി. പിന്നെ നമ്മള് ഇങ്ങനെ ഭാഷ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോ പിന്നെ പണ്ട് കുറെ ചെറുപ്പത്തിൽ ഈ മറ്റേ മുസ്തഫ സിബായിന്റെ പുസ്തകമല്ല റവായു ഹലാറത്തിന എന്നുള്ളത് അല്ലേ? റവായു ഹലാറത്തിന എന്നുള്ള പുസ്തകത്തില് പിന്നെ അദ്ദേഹം പിന്നെ യൂറോപ്പിലെ മധ്യകാലഘട്ടത്തിലെ അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായിരുന്നു. അതിൽ മൂപ്പര് പറയുന്നൊരു വിഷയം എന്ന് പറഞ്ഞാല്, പിന്നെ ക്രൈസ്തവ ലോകത്തുടനീളം ഒരു വൈജ്ഞാനിക ഭാഷ എന്ന രീതിയിൽ ലാറ്റിന് അറബി പകരം വെക്കുകയോ അങ്ങനെ ചില കത്തുകളൊക്കെ മൂപ്പറയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ലോകത്തുടനീളം തന്നെ അറബി ഭാഷ വ്യാപിക്കുന്നു. ഇന്ന് സെമിനാറുകളിൽ പോലും പിന്നെ ആളുകൾ ലാറ്റിൻ പഠിക്കുന്നതിന് അറബിയാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിലപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഈ ഭാഷ എന്ന് പറയുമ്പോൾ അതൊരു ഒരു നാഗരികമായ ഒരു സ്വഭാവം, ഒരു സിവിലൈസേഷണൽ ലാംഗ്വേജ്. ഉദാഹരണത്തിന് നമ്മളെ ഹിന്ദിയോ മലയാളമോ ഒന്നും ഒരിക്കലും ഒരു സിവിലൈസേഷണൽ ലാംഗ്വേജ് അല്ല. ഒരു നാഗരികതയെ കെട്ടിപ്പടുക്കാനുള്ള കെൽപ്പുള്ള ഭാഷകളല്ല. ഇവിടെ ഞാനിവിടെ കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന സന്ദർഭത്തില് നമ്മുടെ ആധുനിക എഞ്ചിനീയറിംഗിലുള്ള ഒട്ടുമിക്ക സാങ്കേതിക സംജ്ഞകൾക്ക് പിന്നെ കൃത്യമായ അറബി വാക്കുകളുണ്ട്. അത് ഒരു ഭയങ്കര രസമാണ്. ഇപ്പൊ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുആലജത്തുൽ ഇശാറത്തുർ റഖമിയ്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. അതുപോലെ കഹർ മഗ്നത്തീസിയ എന്നൊക്കെ കിട്ടും. അതാണ് ഭയങ്കര അത്ഭുതകരമാണ്. അപ്പൊ അത് ആ സമയത്ത് നമുക്ക് മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ ഒന്നും കിട്ടൂല. കാരണം ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കാന് പിന്നെ സാധിക്കുന്ന ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി എന്നുള്ളത്. പിന്നെ അതുകൊണ്ടാണ് നമുക്കൊരു സിവിലൈസേഷൻ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ
പിന്നെ ഇസ്ലാമിന്റെ ആ ഒരു വൈജ്ഞാനികമായ ആ ഒരു വലിയ വിപ്ലവം ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ശേഷം ഉണ്ടായ വിപ്ലവത്തില് അറബി ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ഇപ്പൊ നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഈ ആധുനികതയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാഷ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ലോജിക്കിലുള്ള ഡെവലപ്മെന്റ് ആണ് എല്ലാ ശാസ്ത്രങ്ങളെയും സാങ്കേതിക വിദ്യകൾ സൃഷ്ടിച്ചത് ആധുനിക കാലഘട്ടത്തില്. ഈ ലോജിക്കിന്റെ ഡെവലപ്മെന്റ് ലാംഗ്വേജിൽ നിന്നാണ് ശരിക്കും. അവിടെയാണ് ഇപ്പൊ നമ്മൾ ഈ പാശ്ചാത്യം ഒരു അനുഭവത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് യുക്തിയെ കൃത്യമായി ഭാഷയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പഠിക്കുകയും വിശകലനം ചെയ്യുകയും അതിലൂടെ യുക്തിപരമായ പല രീതിശാസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും ആ യുക്തിപരമായ രീതിശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണിതത്തെയും മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും സാമൂഹിക വൈജ്ഞാനിക പദ്ധതികളെല്ലാം തന്നെ പുനഃക്രമീകരിക്കുകയും അതിലൂടെ ഒരു ലോക മേധാവിത്വമുള്ള ഒരു പടിഞ്ഞാറൻ നാഗരികത സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ആധുനിക ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ലോജിക്കൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റാ. ലോജിക്കൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് തീർച്ചയായും ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനമായിട്ടാണുള്ളത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞാല് ഞാനിപ്പോ എഞ്ചിനീയറിംഗ് മേഖലയിലാണ് എന്റെ പഠിപ്പിക്കലുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇങ്ങനെ? ഇല്ലല്ല. അപ്പൊ നമ്മള് എഞ്ചിനീയറിംഗില് ഞാൻ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷന്, പ്രോഗ്രാമിങ്, കമ്പ്യൂട്ടറുടെ ആ സംഗതികൾ, ആ മേഖലകളിലൊക്കെയാണ് ഞാൻ അധികം പ്രവർത്തിക്കാറുള്ളത്. അപ്പൊ അവിടെ നമ്മള് നേർക്കുനേരെ നമ്മൾ വളരെ മൗലികമായി ആലോചിക്കുമ്പോൾ നമ്മള് ലോജിക്ക് എന്ന് പറയാം, നമ്മൾ മന്തിക്ക് എന്നൊക്കെ പണ്ട് പറഞ്ഞാൽ ലോജിക്ക് എന്നൊരു സംഗതി നമ്മൾ നേർക്കുനേരെ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഈ ലോജിക്ക് അഭിമുഖീകരിക്കുമ്പോൾ ലോജിക്കിലുള്ള വ്യത്യസ്ത ഘടനകൾ, ഏതൊക്കെ രീതിയിലുള്ള സംഗതികളാണ് ലോജിക്കിലുള്ളത് എന്നുള്ളതിന് നമ്മൾ ഇതാക്കുന്നുണ്ട്. നമ്മളങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഖുർആനിലുള്ള കുറെ ലോജിക്കൽ സ്ട്രക്ചേഴ്സ് അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളരെ ഇതായിട്ട് വരികയാണ്. ഉദാഹരണത്തിന് ഇൻകുന്തും തുഹിബ്ബൂന അല്ലാഹ് എന്നൊക്കെ ഫത്തബിഊനി ഇദാ ജാ നസ്റുല്ലാഹി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ രീതിയിൽ കൈഫ ഇദൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഉറൂഫുകളും മറ്റതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോജിക്കൽ സ്ട്രക്ചറുകളിലൂടെയാണ് ഖുർആൻ അതിന്റെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ വിഷയത്തെ കുറിച്ചിട്ട് ഗസാലി ഇമാം അദ്ദേഹത്തിന്റെ അൽ ഖിസ്താസുൽ മുസ്തഖീം എന്ന പുസ്തകത്തിലും മിഅ്യാറുൽ ഇൽം എന്ന പുസ്തകത്തിലും മഹക്കിൻ നദർ എന്ന പുസ്തകത്തിലൊക്കെ അദ്ദേഹം ഈ വിഷയത്തെ വളരെ വിശദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൂപ്പർ അതിൽ പറഞ്ഞ ഒരു അവകാശവാദം എന്ന് പറഞ്ഞാൽ ലോകത്തിന് നിലനിൽക്കുന്ന എല്ലാ വിജ്ഞാന ശാഖകളും, അത് ഗണിതമാവട്ടെ ശാസ്ത്രങ്ങളാവട്ടെ എന്തും ആയിക്കൊള്ളട്ടെ, അവയിലുള്ളതായ എല്ലാത്തിലെയും സത്യത്തെയും അസത്യത്തെയും എനിക്ക് ഖുറാനിൽ നിന്ന് കിട്ടുന്നതായ ചില യുക്തിപരമായ ചില രീതിശാസ്ത്രങ്ങളും ഘടനകളും ഉപയോഗിച്ച് വിലയിരുത്തിയിട്ട് പുനഃക്രമീകരിക്കാൻ പറ്റുമെന്നൊരു അവകാശബോധം പോലും അദ്ദേഹം അൽ ഖിസ്താസുൽ മുസ്തഖീം എന്ന പുസ്തകത്തിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഒരു സിവിലൈസേഷണൽ സ്വഭാവത്തിൽ ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം യുക്തിവാദികളായിട്ടുള്ള പ്രശ്നമാണ്. ഇതിൽ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ലോക മേധാവിത്വമുള്ള പടിഞ്ഞാറൻ നാഗരികതയുടെ ഭാഷയായ ഇംഗ്ലീഷ് ഭാഷയുടെ യുക്തിയിൽ ആ യുക്തിയുടേതായ ഒരു അധീശത്വം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഈവൻ അറബ് നാടുകളിൽ പോലും അറബികൾ പോലും തങ്ങളെ തന്നെ ആ ഒരു പടിഞ്ഞാറൻ യുക്തിക്ക് വിധേയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അറബി ഭാഷയെ തന്നെ മാറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് ശ്രമിക്കണം. അതൊരു വിഫലമായ ശ്രമമാണ്. അല്ലാഹു അതിന് സമ്മതിക്കൂല. അറബിയുടെ ഒരു എഴുജാസ് ഉണ്ടല്ലോ, ഖുർആാനികമായ ഒരു എഴുജാസ് കൊണ്ട് തന്നെ മറ്റൊരു നാഗരികതയുടെ യുക്തിക്ക് നമുക്ക് ഖുർആാനിനെയോ ഇസ്ലാമിന്റെ സംഗതികളെയോ നമുക്ക് ഒരിക്കലും വിധേയപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിനുള്ള വിഫല ശ്രമം ഇവിടെ നടക്കുന്ന മൊത്തം തത്വീയന്റെ ഭാഗമായിട്ട് അതും നടക്കുന്നുണ്ട് വൈജ്ഞാനിക മേഖലയിൽ. ഇപ്പൊ അത് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് നമ്മള് യഥാർത്ഥത്തില് ഒരു യുക്തിവാദം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണിയായി വരുന്നത് ഒരു നാഗരിക ഭീഷണിയായിട്ടാണ്. ഒരു ഭാഷ, ആ ഭാഷയില് അടങ്ങിയിട്ടുള്ളതായ യുക്തി, ആ ഒരു ഭാഷയുടെ യുക്തിയുടെയും നാഗരികമായ അധിനിവേശം, ഇവയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെ മൗലികമായി നേരിടണമെങ്കിൽ ഖുർആാനികമായി ഗസാലി ഇമാമൊക്കെ ചെയ്തതുപോലെ ഖുർആാനികമായ യുക്തിയെ, അറബി ഭാഷയിൽ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളതായ ഒരു യുക്തിയെ, അതിന്റെ അടിസ്ഥാനത്തിലുള്ളതായ കുറെ വിജ്ഞാനങ്ങള്, ആഖ്യാന രീതികളെ, കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും ശാസ്ത്രങ്ങളാണെങ്കിലും ഈവൻ കമ്പ്യൂട്ടർ ടെക്നോളജി ആണെങ്കിൽ പോലും
ഈ സംഗതികളെല്ലാം വികസിപ്പിക്കുന്ന ഒരു വലിയൊരു പദ്ധതിയിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ തോപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ പിന്നെ ഇതിപ്പോ കേവലം അറബി ഭാഷയിലുള്ള ചില അത്ഭുതങ്ങൾ, ചില പിന്നെ വ്യക്തിത്വങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ച് എന്നൊരർത്ഥത്തിന് മാത്രം ഇതിനെ ചുരുക്കി കാണാതെ ഒരു സിവിലൈസേഷണൽ ഡോമിനൻസിന്റെ, ഒരു സിവിലൈസേഷണലായ ഇസ്ലാമിന്റെ ഒരു ഇൽഹാറിന്റെ ഒരു പിന്നെ മാർഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രയത്നങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഒരു സംഗതി ഞാൻ പറയാണ്. നിങ്ങൾ പറഞ്ഞതിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ് നിങ്ങൾ പറഞ്ഞതൊക്കെ. എനിക്ക് വളരെ പുതിയ വിവരങ്ങളാണ് പലതും. ജസാക്കല്ലാഹു ഖൈർ. അല്ല നിങ്ങൾ പറഞ്ഞതിനോടെ ഇപ്പൊ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സിബായി നിങ്ങൾ ആ പറഞ്ഞ പുസ്തകത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്, ഇസ്ലാമിക ലോകത്ത് ഉദാഹരണത്തിന് നമ്മുടെ കൈറോയിലുള്ള മക്തബത്തുൽ ഖുലാഫ, മക്തബത്തുൽ ഹിക്മ, ദാറുൽ ഹിക്മ, ഇപ്പൊ സ്പെയിനിലെ മക്തബത്തുൽ ഹിക്കം, മക്തബത്തു അബി അമ്മാർ, ഇത്ര ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ക്രൈസ്തവ ലോകം തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഇസ്ലാം വീണ്ടും ഈ എത്രയോ പുസ്തകങ്ങൾ നശിപ്പിച്ചിട്ടു അവർ പതുക്കെ പതുക്കെ ഉയർന്നു. പല മേഖലകളിൽ ഇന്നൊരു വാണിജ്യ ഭാഷയായി നിലകൊണ്ടു. ഇസ്ലാമിക ലോകം കൈവെക്കാത്ത ഒരു മേഖലയില്ല. ആദ്യമായി നക്ഷത്രത്തിന്റെ സ്ഥാനം കണക്കാക്കി പേര് വെച്ചത് അറബികളായിരുന്നു എന്ന് യൂറോപ്യൻ സയന്റിസ്റ്റുകൾ പഠനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറബി ഭാഷയെ നിസാരപ്പെടുത്താനൊന്നും അല്ലെങ്കിൽ കൊച്ചാക്കാനൊന്നും കഴിയില്ല. അള്ളാഹു ഖുർആൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അറബി ഭാഷയും കൂടി സംരക്ഷിക്കുന്നതാണ്. അറബി ഭാഷ ഇല്ലാതെ ഖുർആൻ നിൽക്കാൻ കഴിയില്ല. ഖുർആൻ നിലനിൽക്കുമ്പോഴാണ് ഹദീസിനും നിലനിൽപ്പുള്ളൂ. അപ്പോ എല്ലാത്തിനും അറബി ഭാഷയായിട്ടൊരു ബന്ധമുണ്ട്. അത് വളരെ പ്രശ്നമാണ്. ഒരു നിങ്ങൾ ആ പറഞ്ഞതിനോട് യോജിപ്പാണ് എനിക്കുള്ളത്. പക്ഷെ ഇന്ന് മാത്രല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഗസാലി അറബി അല്ലല്ലോ, എന്നിട്ട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിന്റെ പിന്നെ ഫിലോസഫി പുസ്തകങ്ങള്, ആ ഫിലോസഫി പുസ്തകങ്ങളാണ് യുക്തിവാദികൾ പോലും പഠനം നടത്തുന്നത്. എവിടുന്ന യുക്തി എന്താണ്, യുക്തിയുടെ മാനദണ്ഡം എന്താണ് എന്ന് അൽ മുൻകിർ മിൻ അല്ലാഹ് ഈ പുസ്തകങ്ങളൊക്കെ അല്ലേ പഠിക്കുന്നത്. നിങ്ങൾ പറഞ്ഞോണ്ട് ഈ യോജിപ്പ് ആണുള്ളത്. നിങ്ങൾ പറയും. ഒരു കാര്യം കൂടി പെട്ടത് കൂട്ടിച്ചേർക്കണം. ഒരു മിനിറ്റ്. അതായത് ഈ ചർച്ചയുടെ രസകരമായ ഒരു പോക്കാണ് തൗസിൽ ഇജാസ് സാഹിബ് നടത്തിയത്. അതിൽ മുമ്പ് വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഇസ്ലാമികമായ ലോക പുനർക്രമീകരണത്തിന് അടിസ്ഥാനപരമായി അറബി ഭാഷ അതിന്റെ ശക്തമായ ഒരു മൂവ്മെന്റ് തന്നെയാണെന്ന് മുപ്പര് പറഞ്ഞത്. ഇതൊരു നല്ലൊരു വാദമായിട്ട് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തത് മറ്റേ അയ്യുമൊലി പറഞ്ഞൊരു വിഷയമുണ്ട്, ഇസ്ലാമിക സുവർണ, അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, തത്വചിന്ത എന്നിവയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയത് ഇസ്ലാമിക സുവർണ കാലഘട്ടത്തെ കുറിച്ചിട്ട് പറയുന്നത്. അതിന് കൃത്യമായി പ്രവർത്തിക്കപ്പെട്ടത് അറബി പണ്ഡിതന്മാരും അറബി ഭാഷയും അതിൽ വ്യക്തമായ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യങ്ങൾ അതിന്റെ ഫലായിലുകളാണ്. പക്ഷെ ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ തൗസിൽ ഇജാസ് ഭായിന്റെ ഈ വാദം ഇതൊരു പ്രായോഗിക തലല്ലേ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമല്ലേ എന്നാണ് എനിക്ക് റഹ്മത്തുള്ളാഹി സാഹിബിനെ ചോദിക്കാനുള്ളത്. സഫ്സൽ സാഹിബിന്റെ ആ ഇത് ഞാൻ വളരെ എന്താ പറയാ വളരെ കൗതുകത്തോടു കൂടി കേട്ടിരുന്നതാണ് ആ ഒരു പോയിന്റ്. അത് വളരെ അതിൽ നിങ്ങൾ എന്തോ കൂട്ടിച്ചേർക്കാണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ഞാന് ഒരു ലാംഗ്വേജിനെ ഒരു സിവിലൈസേഷനുമായി ബന്ധിപ്പിച്ചിട്ട് പറയണ്ടായിരുന്നു. ഒരു ലാംഗ്വേജ് സിവിലൈസേഷണൽ ലാംഗ്വേജും സിവിലൈസേഷണൽ അല്ലാത്ത ലാംഗ്വേജുകളുണ്ട്.
ഒരു നാഗരികതയെ കെട്ടിപ്പടുത്തുകൊണ്ട് ലോകത്തിന്റെ മുകളിൽ മൊത്തത്തിലെ ഒരു ആധിപത്യം, അതിന്റെ ഒരു മൂല്യസങ്കല്പങ്ങൾക്കും അതിന്റെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അല ദീനി കുല്ലിഹി എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലുള്ള ആ ഒരു അർത്ഥത്തിലുള്ള നാഗരിക ശേഷിയുള്ള ഭാഷ. അപ്പൊ അത് നമുക്ക് ഇന്നിപ്പം കാണാൻ പറ്റൂ. ഇംഗ്ലീഷ് ഭാഷ അത് പ്രതിനിധാനം ചെയ്യുന്ന നാഗരികതയുടെ മൂല്യങ്ങൾ മറ്റെല്ലാ ഭാഷകളിലേക്കും പ്രസരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേവലം ബാഹ്യമായ ഒരു ഘടനയിൽ മാത്രം എല്ലാ ഭാഷകളെ നിലനിൽക്കുമ്പോഴും അവയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന യുക്തി ഒരു പടിഞ്ഞാറൻ യുക്തിയാണ്. ഈ യുക്തി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഒരു ആധുനിക കാലഘട്ടത്തിലെ പല നവീകരണ സ്വഭാവമുള്ള മതസംഘടനകൾ പറയുന്നതിന്, ഇപ്പൊ നവീകരണ സ്വഭാവമുള്ളത് മാത്രമല്ല, അല്ലാത്ത സ്വഭാവമുള്ളതായ മതസംഘടനകൾ പറയുന്ന വാദങ്ങളിലേക്ക് പോലും ഇത്തരം യുക്തികൾ അവരറിയാതെ കടന്നു ചെല്ലുന്നതായ ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നുണ്ട്. അപ്പൊ നേരത്തെ റഹ്മത്തുള്ളാഹി സാഹിബും ഉസ്താദും പറഞ്ഞല്ലോ, മറ്റേ അയ്യൂബ് മൗലവിയൊക്കെ പറഞ്ഞത് ഒരു ഇതുണ്ടല്ലോ, അതായത് മറ്റ് ഭാഷകളുടെ ലിപിയെയും ഘടനയെല്ലാം തന്നെ ക്രമീകരിക്കുന്ന സ്വഭാവത്തിലേക്ക് അറബി ഭാഷ വന്നിരുന്നു. ഫാർസി ഭാഷ, തുർക്കി ഭാഷ, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ആ പ്രദേശം സെൻട്രൽ ഏഷ്യ, ആ മേഖലയിലുള്ള പല ഭാഷകൾ, അതിനെല്ലാം തന്നെ എന്താണ് ക്രമീകരിക്കുക മാത്രമല്ല അവയ്ക്കെല്ലാം തന്നെ ഒരു നാഗരിക യുക്തി അവയിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അറബി ഭാഷ, ഖുർആനിന്റെ ഭാഷ, അതിലൂടെ ഖുർആനിനെ ഭാഷയിലേക്ക് തന്നെ നിരവധി ഭാഷകളിലേക്ക് തന്നെ ഖുർആനിന്റെ യുക്തിയെ, ഖുർആനിന്റെ മൂല്യങ്ങളെ കുടിയിരുത്തുന്നതായ ഒരു സിവിലൈസേഷണലായ ഒരു പ്രക്രിയയും കൂടി ആ കാലഘട്ടത്തിൽ നടന്നു. ഇന്നിപ്പം ഇംഗ്ലീഷ് ഭാഷ നടത്തിക്കൊണ്ടിരിക്കുന്ന അതാണ്. അതിന്റെ മുമ്പിൽ നമ്മൾ പലപ്പോഴും വല്ലാതെ നിസ്സഹായരായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അതും കൂടി എനിക്ക് പെട്ടെന്ന് തോന്നിനെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ആലോചിച്ചാലോ. ശുക്രേ. ലോജിക്സ് ആണ് ബേസിക് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ അർത്ഥത്തിൽ പറയാം. ഒരു ഭാഷയുടെ യുക്തിപരമായിട്ടുള്ള ലോജിക്സ് ബേസുകൾ. അപ്പൊ അത് ആ അർത്ഥത്തിൽ അതിനെ പുനഃക്രമീകരിക്കുകയാണെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷെ അതില്ലാതാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും പകരം ഇംഗ്ലീഷ് ഉപയോഗിക്കാം നിൽക്കണമെങ്കിലും, പക്ഷെ അറബികളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ എന്ത് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഈ അറബി ഭാഷ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ പറയണത്. അത് മറ്റൊരു ഭാഷക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. മുക്കയ്യിഫ് എന്നാണ് പറയാ. AC എന്ന് അറബികൾ പറയണത് കേട്ടിട്ടേ ഇല്ല. അവര് മുക്കയ്യിഫ് എന്നേ പറയുള്ളൂ, തണുപ്പിക്കണത് പറയുള്ളൂ, AC എന്ന് പറയില്ല. അതുപോലെ നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, അവര് തല്ലാജ തന്നെ പറയുള്ളൂ. ഇപ്പൊ നമ്മള് നാട്ടിലും തല്ലാജ, നമ്മളെ ഗൾഫിലൊക്കെ ദീർഘകാലം നിന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആ ഒരു ഭാഷയുടെ വികാസക്ഷമതയാണ്. എന്ത് സാധനങ്ങളുടെ ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോ കമ്പ്യൂട്ടർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഹാസിബ് അലി എന്നാണ് അവർ ഉപയോഗിച്ചത്, യന്ത്രം എന്നുള്ളത്. അതേപോലെ മുബറമിജ്, പ്രോഗ്രാമർ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാം വ്യത്യസ്തമായ അവരുടെ അടുത്തെല്ലാം ഉണ്ട്. അതുപോലെ ടെക്നോളജിക്കും പദണ്ട്, സാങ്കേതിക വിദ്യ, എല്ലാത്തിനും. അത് നമ്മളിപ്പോ അറബിയിൽ പോയപ്പോ ഓരോ കമ്പനിയിൽ പൊസിഷൻ കൊടുക്കുമ്പോ കാണുമ്പോഴാണ് നമുക്കത് അന്തം വിടുക. ഇതെല്ലാം ഒരിക്കൽ പോലെ ഇപ്പൊ റേഡിയോ എന്ന് പറഞ്ഞപ്പോ മിതിയ എന്ന് ഉപയോഗിച്ച്, ടെലിവിഷന് റായി എന്നാണ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ ടെലിവിഷൻ എന്നൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു, പക്ഷെ റായി എന്നാണ് അറബിയിൽ അതിന് പദമുണ്ട്, എല്ലാത്തിനും പദമുണ്ട്. അതുപോലെ മലയാളം നോക്കുക, നമ്മളെല്ലാം ഇംഗ്ലീഷ് അതേ പദങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇനി ഇംഗ്ലീഷിന് ഈ പദങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കും സ്വന്തമായിട്ട് കിട്ടിയതല്ല, അത് ലാറ്റിനിൽ നിന്ന് അവിടെ നിന്നൊക്കെ എടുത്തതും വക്രീകരിച്ചതും മാറ്റിയതും ഒക്കെയാണ്. അങ്ങനെയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അറബിയിൽ ഈ പറഞ്ഞ പോലെ ഒരു സംഗതി പ്രയോഗിക്കുകയും അതിന് വേറൊരു അർത്ഥം വരാനുള്ള സാധ്യത പോലും ഇല്ല. വിൻഡോസ് എന്ന് പറയുമ്പോൾ അറബിയിൽ ഇപ്പം ഒരു ഷുബാക്ക് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ വിൻഡോസ് എന്ന് പറയുമ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഷുബാക്ക് എന്ന് വിളിക്കുന്നത്. അതെ അതിന് ഷുബാക്ക് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ പിന്നെ എല്ലാത്തിനും ഉണ്ട് അവരുടേതായ പദങ്ങളുണ്ട്. അത് ഭയങ്കര ഒരു സംഗതിയാ. ഞാൻ ശരിക്ക് തഫ്സൽ സാഹിബ് പറഞ്ഞപ്പോഴാണ് ആ വഴിയിലേക്ക് ഞാൻ ആലോചിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അതും അതുപോലെ എപ്പിസ്റ്റമോളജിക്കലായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്, എപ്പിസ്റ്റമോളജിക്കലായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ എല്ലാ സാങ്കേതിക വിദ്യയും അറബി ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഈ മന്തിക്കാണ് ഇവരുടെ ഇപ്പം ആധുനിക ലോജിക്കിന്റെ ബേസ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ ഒരു സംഗതി പറയാതെ ഇപ്പൊ ഇബ്നു റുഷ്ദിന്റെയും അതുപോലെയുള്ള ആളുകളുടെയും കോൺട്രിബ്യൂഷൻസ് ഈ സംഗതിയിലുള്ളത് പറയാതെ
അവർ നേരെ അത് പ്ലാറ്റോയിലേക്കും അരിസ്റ്റോട്ടലിലേക്കും ഒക്കെ കൊണ്ടുപോയിട്ടാണ് പറയല്. അരിസ്റ്റോട്ടലിന്റെ ലോജിക്കുകൾ എന്നാണ് പറയേണ്ടത്. പക്ഷെ അത് അരിസ്റ്റോട്ടലിന്റെ ലോജിക്ക് ഗ്രീക്കിൽ നിന്ന് നേരിട്ടിട്ട് പിന്നെ വെസ്റ്റേൺസിന് യൂറോപ്യൻസിന് കിട്ടിയിട്ടില്ല. അരിസ്റ്റോട്ടലിന്റെ ഉൾപ്പെടെയുള്ള ലോജിക്സുകൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും അറബി ഭാഷയുടെ ബേസിൽ നിന്നാണ് ഇന്ന് പറയുന്ന ലോജിക്സിന്റെ അല്ലെങ്കിൽ ലോജിക്കൽ നോളജിന്റെ എല്ലാ ബേസുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നിസാർ ഭായി ഒക്കെ ഉപയോഗിക്കുന്ന ലോജിക്ക് പിന്നെ ഒരുപാട് പ്രയോഗങ്ങൾ നടത്തലില്ല, അതിന്റെയൊക്കെ ബേസ് അറബിക്കാണ്. അപ്പൊ അറബിക്കില് ലോജിക്സ് പഠിപ്പിക്കുമ്പോൾ ഭയങ്കര രസകരമായ കുറെ സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്കില്ലുകളെ കുറിച്ചിട്ട്, ഓരോ സംഗതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. മതിലിന്റെ അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള, ശബ്ദം കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അയ്യൂബലേക്ക് കറി ഉണ്ടാവും മന്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ. മതിലിന്റെ അപ്പുറത്ത്, ജിദാറിന്റെ അപ്പുറത്തുനിന്ന് ദൈസ് എന്ന് പറഞ്ഞ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഒരു ആളാണോ ഒരു ജീവിയാണോ എന്ന് നമുക്ക് മനസ്സും പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഈ ലോജിക്സ് ഒക്കെ തുടങ്ങുന്നത്. അത് ശരിക്കും അറബികളുടെ കോൺട്രിബ്യൂഷനാണ്, അവിടെ നിന്നാണ് വന്നത്. അതേസമയത്ത് അവർ അതിനെ അരിസ്റ്റോട്ടലുമായിട്ടൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോ കമ്മ്യൂണിസത്തിന്റെ ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഗല്, ഈ ഇബ്നു റുഷ്ദിന്റെ കൃതികളിൽ നിന്നാണ് ഹെഗല് അയാളുടെ ഐഡിയകൾ ഉണ്ടാക്കിയത്. അതാണ് പിന്നെ എംഗൽസും മാർക്സും ഒക്കെ എടുത്തിട്ട് മാനവികതയും സോഷ്യലിസം ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കണം എന്നുള്ള പഠനങ്ങൾ നന്നായിട്ട് തന്നിട്ടുണ്ട്. ഹെഗല് മുസ്ലിമാണോ അല്ലേ എന്നുള്ള ചർച്ച ഇപ്പം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പിന്നെ റിസർച്ച് ഗേറ്റ്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ബേസ് ചെന്ന് കിടക്കുന്നത് ഈ ഒരു ഭാഷയിലാണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നോളജുകളുടെ, അയ്യൂബ് മൗലവി പറഞ്ഞ പോലെ എല്ലാം കത്തിച്ച് കളഞ്ഞിട്ടും എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടും ടൈഗ്രീസ് നദിയിൽ കൊണ്ടുവന്ന് ഒഴുക്കി, മംഗോളിയന്മാർ കൊണ്ടുവന്ന് ഒഴുക്കിയിട്ട് വെള്ളത്തിന്റെ കളർ തന്നെ നീല കളറായി പോയ അത്രമാത്രം നശിപ്പിക്കലുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ട് പോലും പിന്നെയും ഇത്രമാത്രം വെസ്റ്റേൺസിനെ ഉദ്ദീപിപ്പിക്കാനുള്ള വിജ്ഞാനങ്ങൾ ഈ ലാംഗ്വേജിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തന്നെ ഒരു അത്ഭുതമല്ലേ ശരിക്കും, അല്ലെ?